നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ മലയാളികളുടെ ഒരു പൊതുശീലം ആണ് രാവിലെ എഴുന്നേറ്റാൽ ഒരു ഗ്ലാസ് ചായ കുടിക്കുക എന്നത്. അത് ചിലപ്പോൾ ചായയാകാം, കാപ്പിയാകാം, എന്തുമാകട്ടെ. ഈ ചായയോടൊപ്പം പത്രം വായിക്കുന്ന, പത്രം അരിച്ചു പിറക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴുമുണ്ട്. ഈ സമൂഹ മാധ്യമങ്ങളുടെ കടന്നുവരവ്, അതിനുശേഷം അത് കൂടുതൽ ജനകീയമായതോടുകൂടി എന്തു വാർത്ത എവിടെ സംഭവിച്ചാലും അപ്പോൾ തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ പോലും രാവിലെ പത്രം വായിച്ചില്ല എങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന നിരവധിയായ ആളുകൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. അങ്ങനെ പത്രം വായിക്കുന്ന ജനതയെ സംബന്ധിച്ചിടത്തോളം, പത്രം വായിക്കാത്ത ജനതയെയും സംബന്ധിച്ചിടത്തോളം ഈ തലക്കെട്ടുകൾ, ഇന്നലത്തെ പ്രധാന തലക്കെട്ടുകളാണ് ഇന്ന് പത്രങ്ങളിൽ വരിക. അങ്ങനെയുള്ള പ്രധാന തലക്കെട്ടുകൾ ഒട്ടും സന്തോഷം നൽകുന്ന ഒന്നല്ല. കാരണം ഇപ്പോഴിതാ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് ബാധിക്കുന്ന ഒന്നാണത്. യൂണിറ്റിന് 16 പൈസയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 10 പൈസ, 16 പൈസ എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് അത്രയുമല്ലേ ഉള്ളൂ എന്ന് തോന്നാം. പക്ഷേ ഒരു ശരാശരി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി ഉപഭോഗത്തിൽ വലിയ വർധനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ട്. ഇന്നിപ്പോൾ ഫാനൊന്നും ഇല്ലാതെ ആർക്കും തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഏതാണ്ട് 365 ദിവസവും മലയാളികൾ ഉറങ്ങുന്നത് ഫാൻ ഉപയോഗിച്ച് തന്നെയാണ്. AC അടക്കമൊക്കെ ഉപയോഗിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയുമാണ്. അങ്ങനെയുള്ളപ്പോഴാണ് ഈ കറണ്ട് ചാർജ് വർദ്ധിക്കുന്നത്. തീർച്ചയായും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. ഒരു പക്ഷേ ഇന്നത്തെ വാർത്താ ദിനത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്നുകൂടി ആണ് അത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ. ഞാനൊക്കെ ചെറുപ്പമായിരിക്കുമ്പോൾ ഇതുപോലെ ടെലിവിഷൻ ചാനലിലൂടെ പരസ്യമായി വരുന്ന ഒന്നായിരുന്നു വൈദ്യുതി അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്ന്. ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ വൈദ്യുതി അങ്ങനെ അമൂല്യമായ ഒന്നൊന്നുമല്ല. കാരണം ഇതൊരു പ്രകൃതി വിഭവമല്ല. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നിരവധിയായ മാർഗങ്ങളുണ്ട്. സോളാർ എനർജി അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താം. മാത്രവുമല്ല കാറ്റ് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താം. ജലവൈദ്യുത പദ്ധതികൾ, 44 നദികൾ ഉള്ള കേരളം ജലവൈദ്യുത പദ്ധതികൾക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും അനുയോജ്യമായ ഇടം ആണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ഭരണകൂടം ഇത്തരം സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തിയ ആളുകൾക്ക് കൂടുതൽ സുഗമമാകുന്ന ജീവിതമല്ല പ്രദാനം ചെയ്യുന്നത്. മറിച്ച് വൈദ്യുതി അമൂല്യമാണ് എന്നൊക്കെ പറഞ്ഞ് അത് ഉപയോഗിക്കുന്നവരിൽ നിന്ന് കൂടുതൽ തുക ഈടാക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ ഇന്ന് ഷോക്കടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. എങ്കിൽ ഇന്ത്യയിലെ, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് അഭിമാനകരമായൊരു ദിനം ആണ് ഇന്ന്. കാരണം മാർ ജോർജ് കൂവക്കാട് ഇന്ന് കർദിനാളായി ചുമതലയേൽക്കുകയാണ്. വത്തിക്കാനിൽ ആണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 9 മണിയോടുകൂടിയാണ് ചടങ്ങ് നടക്കുന്നത്. എന്തായാലും ക്രൈസ്തവ സമൂഹം ആ ചടങ്ങ് തത്സമയമൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം സംവിധാനങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗം, ആ ചടങ്ങ് കാണാൻ കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അങ്ങനെ നിരവധിയായ വാർത്തകളിലേക്കാണ് നമ്മൾ ഇന്നത്തെ ദിനത്തിൽ കടക്കുന്നത്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഭാരത കത്തോലിക്ക സഭയ്ക്ക് അഭിമാനമായി മാർ ജോർജ് കൂവക്കാട് ഇന്ന് കർദിനാൾ പദവിയിലേക്ക്. വൈദിക പദവിയിൽ നേരിട്ട് കർദിനാൾ ആകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. സ്ഥാനാരോഹണ ചടങ്ങുകൾ ഇന്ത്യൻ സമയം രാത്രി 9 മുതൽ. ഫ്രാൻസിസ് മാർപ്പാപ്പ കാർമ്മികത്വം വഹിക്കും. സാക്ഷിയാകാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കം നിരവധി പ്രമുഖർ വത്തിക്കാനിൽ. സിനിമാ മേഖലയിലെ ചൂഷണത്തിന്റെ അറിയാരഹസ്യങ്ങൾ ഇന്ന് വെളിച്ചം കാണും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെട്ടിമാറ്റിയ 49 മുതൽ 53 വരെ പേജുകൾ പുറത്തുവിടും. തീരുമാനം മാധ്യമപ്രവർത്തകർ നൽകിയ അപ്പീലിൽ. ദിലീപിന്റെ ശബരിമല ദർശന വിവാദം ഇന്നും ഹൈക്കോടതിയിൽ. എന്തടിസ്ഥാനത്തിൽ പോലീസ് അകമ്പടി നൽകി എന്ന് സർക്കാർ വിശദീകരിക്കണം. ദർശനത്തിന് പ്രത്യേക ആനുകൂല്യം കോടതി അലക്ഷ്യമാണെന്ന് സർക്കാരിനെ ഓർമ്മിപ്പിച്ചു കോടതി. സോപാനത്തെ CCTV ദൃശ്യങ്ങളും ഹാജരാക്കണം. ഊട്ടിയിലെ ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായി ഇ-പാസ് സംവിധാനം. വ്യാപാരികൾ പ്രതിഷേധത്തെ. നീലഗിരി ജില്ലയിലേക്ക് കടക്കാൻ ഇ-പാസ് ഏർപ്പെടുത്തിയത് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം.
നയതന്ത്ര സംഘർഷത്തിനിടെ വിദേശകാര്യ സെക്രട്ടറി ബംഗ്ലാദേശിലേക്ക്. ഇടക്കാല സർക്കാരിലെ പ്രമുഖരുമായി വിക്രം മിശ്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനം ഉടൻ ഉണ്ടാകുമെന്നും സൂചന. കലാപകലുഷിതമായ സിറിയയിൽ വിമത മുന്നേറ്റം തുടരുന്നു. വിമതർ മൂന്നാമത്തെ വലിയ നഗരമായ ഹോംസിലെത്തി. അടുത്ത ലക്ഷ്യം തലസ്ഥാനമായ ദമാസ്കസ്. സിറിയ അതിർത്തി അടച്ച് ജോർദാൻ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 10ാം മത്സരം ഇന്ന്. 2ാം ജയം ലക്ഷ്യമിട്ട ഗുകേഷും ഡിംഗ്ലറിനും ഇന്നിറങ്ങും. മത്സരം ഉച്ചയ്ക്ക് 2:30. 4.5 പോയിന്റ് വീതമുള്ള ഇരുവർക്കും ജയം അനിവാര്യം. അഡലൈഡ് ടെസ്റ്റിൽ ഓസീസ് ആധിപത്യം. 1ാം ഇന്നിംഗ്സ് ലീഡ് ലക്ഷ്യമിട്ട ഓസീസ് നിര ഇന്നിറങ്ങും. ആദ്യ ഇന്നിംഗ്സിൽ 180 റൺസിന് ഇന്ത്യ ഓൾ ഔട്ട്. രാവിലെയിലേക്ക് വിശദമായി കടക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ദർശനത്തിന് എത്തിയ ദിലീപിന് പോലീസ് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി നൽകിയത് കോടതി ചോദ്യം ചെയ്തിരുന്നു. എല്ലാ ഭക്തരും ഈശ്വരന് മുന്നിൽ തുല്യരല്ലേ? അപ്പോൾ പിന്നെ ചിലർക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ VIP പരിഗണന ലഭിക്കുന്നത് എന്ന ചോദ്യം ആണ് കോടതി ഉന്നയിക്കുന്നത്. അങ്ങനെ കോടതി നേരത്തെ തന്നെ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അത് ദിലീപുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് മറ്റ് പലർക്കും ഇത്തരത്തിൽ VIP, VVIP പരിഗണന ശബരിമലയിൽ ലഭിക്കുന്നതിനെയാണ് കോടതി ചോദ്യം ചെയ്തത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നടൻ ദിലീപ് ദർശനത്തിന് എത്തിയ ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങളിൽ ഒക്കെ വന്നത്. നടൻ ദിലീപ് അടക്കം ചിലർക്ക് ശബരിമല ദർശനത്തിന് പ്രത്യേക സൗകര്യം ഒരുക്കിയതുമായി ബന്ധപ്പെട്ട വിഷയം ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പോലീസ് അകമ്പടിയോടെ എങ്ങനെയാണ് ദിലീപ് അടക്കമുള്ളവർ ദർശനത്തിന് എത്തിയത് എന്ന് വിശദീകരിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണിക്കൂറുകൾ ക്യൂ നിന്ന് വരുന്ന ഭക്തരുടെ മുന്നിലാണ് VIP ദർശനം നടന്നത്. പ്രത്യേക ആനുകൂല്യം ആർക്കും നൽകരുത് എന്നും ഇത്തരം നടപടികൾ കോടതി അലക്ഷ്യമാണ് എന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് S മുരളീകൃഷ്ണ എന്നിവർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ അടക്കം ഇന്ന് ഹാജരാക്കണം എന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോൾ ആണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ഡാനി, എന്തിന് ഇത്തരത്തിൽ സുരക്ഷ നൽകി എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അതിനൊരു ഉത്തരം സർക്കാരിന് നൽകേണ്ടി വരും. ശബരിമല പോലെ ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ പലപ്പോഴും ഈ പ്രമുഖരായ ആളുകൾക്ക് പോലീസ് സുരക്ഷ ഒരുക്കാറുമുണ്ട്. സുരക്ഷ എന്ന ആ മാനദണ്ഡമായിരിക്കില്ലേ പ്രധാനമായും ഉന്നയിക്കുക? കാരണം വലിയ തിരക്ക് ഉള്ള സ്ഥലം ആണ്. അവിടെ താരങ്ങൾ എത്തുമ്പോൾ താരങ്ങളെ കാണുന്നതിന്, ഫോട്ടോ എടുക്കുന്നതിന്, തൊടുന്നതിന് അങ്ങനെയൊക്കെ ആളുകളുടെ വലിയ കൂട്ടമുണ്ടാകും. അത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഒരു മറുപടി ആയിരിക്കുമോ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നൽകാനുള്ള സാധ്യത? എപ്പോഴാണ് ഈ വിഷയം കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ, നമുക്കറിയാം ഹൈക്കോടതി ഇന്ന് സാധാരണഗതിയിൽ ശനിയാഴ്ച പ്രവർത്തിക്കാറില്ല. പക്ഷേ ഇതാ ചില പ്രത്യേക സിറ്റിംഗ് കാര്യങ്ങളെല്ലാം തന്നെ അതുമായി മറ്റ് ചിലപ്പോൾ പരിഗണനയിലേക്ക് വരാറുമുണ്ട്. അങ്ങനെയാണ് ഇന്ന് ഈ വിഷയങ്ങളെല്ലാം തന്നെ പരിഗണനയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ വളരെ ഗൗരവതരമായി തന്നെയാണ് ഹൈക്കോടതി സമീപിക്കുന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഒരുപക്ഷെ നൽകുന്ന വിശദീകരണത്തിൽ പ്രധാനപ്പെട്ടത് തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം, പ്രത്യേകിച്ച് താരങ്ങളെല്ലാം വരുമ്പോഴേക്കും അവിടെ ഒരു തിരക്ക് കൂടുവാനുള്ള ഒരു സാഹചര്യവും കാര്യങ്ങളും എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരം ഒരു സുരക്ഷയുടെ ന്യായവാദങ്ങൾ ഒരു പക്ഷേ നിരത്തിയേക്കാം. അതാണ് അതിനെ അവശേഷിക്കുന്ന ഒരു പഴുത് എന്നെല്ലാം തന്നെ ഇതിന് പറയാനായിട്ട് സാധിക്കും. അല്ലാതെ മറ്റൊരു പരിഗണനയും നൽകേണ്ട ആളല്ല ദിലീപ് അടക്കമുള്ളവർ. അപ്പോൾ ഇവർക്ക് എന്തുകൊണ്ട് ഇത്തരം സുരക്ഷ ഉറപ്പാക്കുന്നു, VIP സുരക്ഷ ഉറപ്പാക്കുന്നു, പോലീസ് അകമ്പടിയോടുകൂടി തന്നെ ഇവിടേക്ക് എത്താനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു? അത് അതീവ ഗൗരവതരമായ വിഷയം എന്ന് തന്നെയാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ദിലീപ് വന്നതുകൊണ്ട് മാത്രമല്ല, ഇതിൽ VIP പരിഗണനയോടുകൂടി പലരും ഇവിടേക്ക് എത്തുന്നു. അത് മണിക്കൂറുകൾ ക്യൂ നിന്ന് അയ്യപ്പ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തർക്ക് മുന്നിലേക്കാണ് ഇങ്ങനെ ഒരാൾ വളരെ പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യുന്നത്. അത് പോലീസ് അകമ്പടിയോടെ തൊട്ടു മുന്നിലേക്ക് കൊണ്ടുവന്നത്. ദിലീപിനെ കുറിച്ച് മാത്രമല്ല, പലപ്പോഴായി പല കാലങ്ങളിലായി ഈ സീസണുകളിലെല്ലാം തന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ, അതിനെല്ലാം ഹൈക്കോടതി കൃത്യമായി നടപടിയെടുക്കാനെല്ലാം തന്നെ നിർദ്ദേശിക്കുകയും ചെയ്യണം. പക്ഷെ അതൊന്നും ഫലപ്രാപ്തിയിലേക്ക് പോകുന്നില്ല എന്നതാണ്. എപ്പോഴും ഇത്തരം നടപടികൾ തന്നെ തുടരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസങ്ങളിൽ ദിലീപ് വന്നപ്പോൾ അത്
കൂടുതൽ ശ്രദ്ധയിൽ പതിയുകയും അത് ആ ദൃശ്യങ്ങളിലെല്ലാം തന്നെ വ്യക്തമാണ് ദിലീപ് സുരക്ഷ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ നടന്ന് പോവുകയെല്ലാം ചെയ്യുന്നത്. ഡാനി, ശബരിമലയിൽ എന്ന് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം എന്നത് പുതുതല്ല. പ്രത്യേകിച്ച് ശബരിമലയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് കാണുന്നതാണ്. ശബരിമലയിലെ തീർത്ഥാടകരിൽ വലിയൊരു ശതമാനം ആളുകൾ ഇത് കാണുന്നതാണ്. ഒരുപക്ഷെ ഈ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ അടക്കം ദർശനത്തിനെത്തിയാൽ, അല്ലെങ്കിൽ മറ്റു കോടതികളിലെ ജഡ്ജിമാർ അടക്കമൊക്കെ ദർശനത്തിനെത്തുമ്പോഴും പോലീസ് ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാറുണ്ട്. ജഡ്ജിമാർക്കല്ലാതെ ലഭിക്കുന്ന സുരക്ഷയുണ്ട്. അതൊരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിലൊക്കെ ഇത്തരം ഈ ചില ആളുകൾ, അത് എല്ലാ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ആരാധനാലയങ്ങളിലും ഒക്കെ തുടരുന്ന ഒന്നാണ്. പലപ്പോഴും സുരക്ഷ എന്നത് അല്ലെങ്കിൽ ക്രമസമാധാനം എന്നത് തിക്കും തിരക്കും നിയന്ത്രിക്കുക എന്നതും പോലീസിൻ്റെയൊക്കെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലത്തെ കോടതി എങ്ങനെയാണ് ഇതിനെ വിശാലമായി കാണുന്നത്? അവിടേക്ക് പല പ്രമുഖരെത്താം, രാഷ്ട്രീയ നേതാക്കളെത്താം, വളരെ ഉന്നതമായ പദവികളിൽ എത്തുന്ന ആളുകളെത്താം. തീർച്ചയായും കോടതിയുടെ നിരീക്ഷണത്തിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് പ്രാവർത്തികമാണോ എന്നത്, പ്രാക്ടിക്കലാണോ എന്നതും പ്രധാനമല്ലേ ഡാനി? അങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് കോടതി പോകുമോ? അഭിലാഷ്, ഇതിലെ പലപ്പോഴും പ്രോട്ടോകോൾ പ്രകാരം പലർക്കും ചിലപ്പോൾ സുരക്ഷയും കാര്യങ്ങളും എല്ലാം തന്നെ നൽകേണ്ടി വന്നേക്കാം. പക്ഷെ അത് എത്രത്തോളം ഇത്തരമൊരു ഈശ്വര സന്നിധി അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നിടത്ത് എത്രത്തോളം പ്രായോഗികമാണ് എന്നത് എല്ലാ കാലത്തും ഉയരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത്തരം സുരക്ഷാ മാനദണ്ഡങ്ങൾ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിൽപ്പെട്ട അവർ എളുപ്പത്തിൽ മുന്നിലേക്ക് വരുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുകയും ചെയ്യാം. ഇപ്പോൾ ഈ പറയുന്ന പലർക്കും തന്നെയും അത്തരം പരിഗണനകൾ പല കാലങ്ങളിലായി കിട്ടിയിട്ടുമുള്ളവർ തന്നെയാണ്. പിന്നെ സുരക്ഷ എന്ന് പറയുന്നത് സ്വാഭാവികമായ പ്രോട്ടോകോൾ പ്രകാരം നൽകുന്നതും ഒപ്പം തന്നെ ക്രമസമാധാനം എന്ന വിഷയവുമായി എല്ലാം തന്നെ ബന്ധമുള്ള തിക്കും തിരക്കും വളരെ അസ്വാഭാവികമായി പെട്ടെന്ന് രൂപപ്പെട്ടേക്കാം. നമുക്കറിയാം ശബരിമല പോലുള്ള ഇടങ്ങളിൽ പ്രത്യേകിച്ച് സന്നിധാനത്തോട് അടുത്തെല്ലാം വരുമ്പോൾ തിക്ക് സാധാരണഗതിയിലല്ലാതെ രൂപപ്പെടുന്നത് വലിയധികം പ്രശ്നങ്ങളിലേക്ക് വന്നേക്കാം. അഭിലാഷ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ താരങ്ങൾ, സിനിമാ താരങ്ങൾ ഇതെല്ലാം എത്തുമ്പോൾ പോലീസുകാർ പലപ്പോഴും ചെയ്യുന്നത് ഈ തിരക്കിലേക്ക് പെട്ടുപോകുമ്പോൾ അവിടെ ആൾക്കൂട്ടം രൂപപ്പെടുന്നതുമായ കാരണങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ചെറിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടമാണെങ്കിൽ ശബരിമല പോലുള്ള ഒരിടങ്ങളിൽ അത് വളരെയധികം ആളുകൾ എത്തിച്ചേരുന്നിടങ്ങളിൽ, വളരെയധികം നീണ്ട ക്യൂ ഉണ്ടാകുന്നിടങ്ങളിൽ അസ്വാഭാവികമായ ചില തിരക്കുണ്ടാവുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് തന്നെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് തന്നെയാവും ഈ രീതിയിലുള്ള VIP-കൾക്ക് അത്തരം ഒരു പരിഗണന നൽകുക. സ്വാഭാവികമായും അത്തരം വിശദീകരണങ്ങളിലേക്ക് വന്നേക്കാം. അത് ഒരു പരിധിവരെ അത് കണക്കിലെടുക്കേണ്ടതുമാണ്. കാരണം ഈ വലിയ രീതിയിലുള്ളൊരു തിരക്ക് അസ്വാഭാവികമായി ഉണ്ടാകാതിരിക്കാനുള്ള ചില സുരക്ഷാ നടപടികളുടെ ഭാഗമായിട്ടെന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചേക്കാം. അപ്പോൾ പോലും ഹൈക്കോടതി ഇന്നലെ ഉയർത്തിയ ചില ചോദ്യങ്ങളുണ്ട്. എന്താണ് ദിലീപിന് മാത്രമുള്ള ഒരു പ്രത്യേകത എന്നത് ചോദിക്കുകയുണ്ടായി. അത് മാത്രമല്ല, ഹരിവരാസനം പാടി നടയടക്കുന്നത് വരെയും ഒരാൾ അവിടെ തുടരുന്നു എന്നതാണ്. ക്യൂവിൻ്റെ മുൻപന്തിയിൽ തന്നെ അത് ഉണ്ടാകുന്നു. അത് അദ്ദേഹം മാത്രമല്ല, മറ്റാരായാലും അതത്ര നീതീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ, വയസ്സായ സ്ത്രീകളും അതോടൊപ്പം തന്നെ കുട്ടികളും അടക്കമുള്ളവരെല്ലാം തന്നെയും ഈ ക്യൂവിൻ്റെ പറ്റിയെല്ലാം തന്നെ അവരുണ്ടാകും. അവർക്കുള്ളൊരു സ്വാഭാവിക നിഷേധമായിട്ട് ഇതെല്ലാം തന്നെ മാറുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അനുവർത്തിക്കാൻ സാധിക്കുന്നതാണോ എന്നത് ഗുരുതരമായ ചോദ്യം ഹൈക്കോടതി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം ഹാജരാക്കാനായിട്ട് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. വളരെ ഗൗരവതരമായിട്ട് തന്നെ ഹൈക്കോടതി അത് പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത് ദിലീപിനെ പോലും ഈ കേസിൽ കക്ഷി ചേർക്കാൻ മടിക്കില്ല എന്ന് കോടതി പറയുകയുണ്ട്. അത് അതിൻ്റെ ഒരു ഗുരുതരമായ നിരീക്ഷണ സ്വഭാവത്തെ തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഇന്ന് കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇതിൻ്റെ ഒരു വിശദീകരണം എന്താണ്, ശബരിമലയിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഏത് രീതിയിലുള്ളൊരു വിശദീകരണമാണ് ഇക്കാര്യത്തിൽ നൽകാനുള്ളത്, അവർക്ക് എങ്ങനെയാണ് കോടതിക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വെക്കാൻ പോകുന്നത് എന്നതിനെ ആശ്രയിച്ച് തന്നെയിരിക്കും ഇന്ന് ഈ കേസിൽ ഹൈക്കോടതി സ്വീകരിക്കുന്ന തുടർ നടപടികൾ. ഒരുപക്ഷെ ഒരു കർശനമായ താക്കീത് നൽകാനുള്ള എല്ലാ സാധ്യതയും തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നത് വളരെ കൃത്യമായി വിശദീകരിക്കുകയും വേണം. എന്തുകൊണ്ട് ഇത്തരമൊരു പരിഗണന നൽകുന്നു, പോലീസ് സുരക്ഷയോടുകൂടി അവിടെ വരെ കടന്നു പോകുവാനുള്ള മുഴുവൻ VIP സെക്യൂരിറ്റിയും ഒരുക്കി കൊടുക്കുന്നതിൽ എന്തുമാത്രമാണ് ഇദ്ദേഹത്തിന് പരിഗണനയുണ്ടായിരുന്നത് എന്നതും മുഴുവനായും അവിടെ നടക്കുന്ന VIP പരിഗണന സംബന്ധിച്ചുമുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തിനിതെല്ലാം നൽകുന്നു എന്നതും കോടതിക്ക് മുൻപിൽ വിശദീകരിക്കേണ്ടി വരും. തീർച്ചയായും മണ്ഡലകാലം ആണ്. ഒരു ദിവസം 80,000-ഓളം ഭക്തർ ശരാശരി എത്തുന്ന ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രം ആണ് ശബരിമല. അവിടെ ഒട്ടേറെ
കർശനമായ നിയന്ത്രണങ്ങൾ ഭക്തർക്ക് ഉണ്ട്. അവിടേക്ക് ഇത്തരം സിനിമാ താരങ്ങൾ, സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ മറ്റു പ്രമുഖരായ ആളുകളൊക്കെ എത്തുമ്പോൾ അവർക്ക് സുരക്ഷ നൽകുക എന്നത് ഒരു പരിധിവരെയെങ്കിലും പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽ ഒന്നാണ് ഹരിവരാസനം. അത് നട അടയ്ക്കുമ്പോൾ ആണ്. യേശുദാസിന്റെ മനോഹരമായ ശബ്ദത്തിലുള്ള ഹരിവരാസനം പാടിയാണ് ശബരിമല നട അടയ്ക്കുന്നത്. അങ്ങനെ ഒരു സമയത്ത് മിനിറ്റുകളോളം, അതായത് ശബരിമലയിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ 80,000-ഓളം തീർത്ഥാടകരൊക്കെ എത്തുമ്പോൾ ഒരു മിനിറ്റിൽ ആ ശ്രീകോവിലിന് മുന്നിലൂടെ ദർശനം നടത്തി മടങ്ങേണ്ടത് ഏതാണ്ട് 60-80 ആളുകൾ ആണ്. അങ്ങനെ തീർത്ഥാടനത്തിന്റെ ഭാഗമായി ദർശനം നടത്തി ആളുകൾക്ക് സുഗമമായി അയ്യപ്പനെ ദർശിച്ചു മടങ്ങാനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടവരാണ് പോലീസും ദേവസ്വം ബോർഡും. പക്ഷേ ഇതാ ദൃശ്യങ്ങൾ നോക്കൂ. ദിലീപിനെയാണ് നമുക്കതിൽ അറിയാവുന്നത് എന്നതുകൊണ്ട് ദിലീപിന്റെ പേര് പറയുന്നു. പക്ഷേ ദിലീപിനോട് ഒപ്പം ഒരു കൂട്ടം ആളുകൾ, അവർ ശബരിമലയിലെ നടയ്ക്കു മുന്നിൽ ഹരിവരാസനം തുടങ്ങി ഹരിവരാസനം അവസാനിക്കുന്നത് വരെയുള്ള സമയം, ആ സമയത്ത് 100 കണക്കിന് ഭക്തർ അതിലൂടെ ദർശനം നടത്തി പോകേണ്ടവരാണ്. അവർക്ക് ഒരു പക്ഷേ അയ്യപ്പ വിഗ്രഹം പോലും കാണാൻ പറ്റാത്ത തരത്തിൽ ശ്രീകോവിലിന് മുന്നിൽ, നടയ്ക്കു മുന്നിൽ എല്ലാവരെയും മറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുക. തൊട്ടു പിന്നാലെ, അതായത് ദിലീപ് അടക്കമുള്ളവർ തൊഴുകയുമായി നിൽക്കുമ്പോൾ അതിന് പിന്നിലൂടെ ഇരുമുടിക്കെട്ടും തലയിലേന്തി നിരവധി ഭക്തർ പോകുന്നുണ്ട്. അവർക്കൊന്നും അയ്യപ്പ ദർശനം എന്നത് സാധ്യമല്ല. അത് തീർച്ചയായും അങ്ങേയറ്റത്തെ നീതികേടാണ്. അത് എത്ര വലിയ VIP ആണെങ്കിലും ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡൊക്കെ മാക്സിമം നടയ്ക്ക് മുന്നിൽ നിർത്താം. അത് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് അവസരം നൽകണം. പക്ഷേ ഇതങ്ങനെയല്ല. നിരവധി ആളുകൾ, അത് വേണ്ടപ്പെട്ടവർ ഒക്കെ ആകാം, അല്ലെങ്കിൽ ഈ ഹൈ റെക്കമെൻഡേഷനുമായി ഒക്കെ കടന്നു വരുന്നവർ ആകാം, അവർക്ക് ഇത്തരത്തിൽ അവസരം നൽകുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നു തന്നെയാണ്. അതിൽ കോടതിയുടെ നടപടി ഉണ്ടാവുകയും ചെയ്യട്ടെ. ഇനി നമുക്ക് ഏറ്റവും പ്രമാദമായ അല്ലെങ്കിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വാർത്തയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ദിലീപിന്റെ വാർത്ത നമ്മൾ തുടക്കത്തിൽ കൊടുക്കുമ്പോൾ അതേ ദിലീപ് പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വാർത്തയാണ്. അതായത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി ഹേമ കമ്മിറ്റി രൂപപ്പെടുത്തിയ, അങ്ങനെ ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിൽ പുറത്തുവിടാതെ സർക്കാർ പൂഴ്ത്തിയ ഭാഗങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടാകും. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയപ്പോൾ 5 പേജുകളും 11 ഖണ്ഡികകളും തങ്ങളെ അറിയിക്കാതെ ഒഴിവാക്കി എന്ന മാധ്യമപ്രവർത്തകരുടെ അപ്പീലിൽ ആണ് ഇന്ന് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് വരാൻ പോകുന്നത്. റിപ്പോർട്ടിലെ ഈ ഭാഗങ്ങൾ പുറത്തുവിടാൻ കമ്മീഷൻ നിർദ്ദേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൽ ഹക്കീം ആണ് അപ്പീൽ പരിഗണിച്ചത്. നേരത്തെ സർക്കാർ അടക്കം വ്യക്തമാക്കിയിരുന്നത് ഈ വിഷയത്തിൽ സ്വകാര്യത എന്നത്, അതായത് സ്ത്രീകൾ ആണ്, സിനിമാ നടികൾ ആണ് അധികമായും മൊഴി നൽകിയിട്ടുള്ളത്. ആ മൊഴികളിൽ അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുണ്ട്, പേരുകളുണ്ട് എന്നതുകൊണ്ടൊക്കെയാണ് ഈ പേരുകൾ പുറത്തുവിടാതിരുന്നത് എന്നാണ്. VV അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, നിലവിലെ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ പുറത്തുവിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ പുറത്തു വന്നത്. അതിൽ തന്നെ മറച്ചുവെച്ച വിവരങ്ങൾ കൂടി പുറത്തു വരണമെന്നും മാധ്യമപ്രവർത്തകർ തന്നെയാണ് ആവശ്യപ്പെട്ടത്. അതിനുള്ള സാധ്യത എത്രത്തോളമാണ് അരുൺ? ഈ ഒഴിവാക്കിയ ഭാഗങ്ങൾ, ഈ പരാതിക്കാരുടെ ഇരകളുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന ഭാഗങ്ങൾ ഒഴികെയുള്ള ഇത് പുറത്തുവിടാൻ സാധ്യത ഏറെയാണ്. ഇന്ന് പ്രധാനമായും വരുന്നത് മാധ്യമപ്രവർത്തകർ ഈ നൽകിയ അപ്പീലിലാണ് ഇന്ന് വിധി വരുന്നത്. അതായത് മാധ്യമപ്രവർത്തകർ 5 മുതൽ 11 വരെ 5 പേജുകളും 11 ഖണ്ഡികകളും ഒഴിവാക്കിയെന്ന പരാതിയാണ് മാധ്യമപ്രവർത്തകർ അപ്പീലായി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മുമ്പാകെ നൽകിയത്. ആ അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് അതിന് വിധി പുറത്തു വരാൻ പോകുന്നത്. 11 മണിക്ക് വിധി വരുമെന്നാണ് ഈ പരാതിക്കാരായ മാധ്യമപ്രവർത്തകരെ അറിയിച്ചത്. നേരത്തെ ഈ അപ്പീൽ പരിഗണിക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധനയ്ക്കായി വീണ്ടും ഹാജരാക്കാൻ സാംസ്കാരിക വകുപ്പിനോട് വിവരാവകാശ കമ്മീഷണർ ഒക്ടോബർ 30 നടന്ന ഹിയറിംഗിൽ ആവശ്യപ്പെട്ടിരുന്നു. 97 മുതൽ 107 വരെയുള്ള ഖണ്ഡികകളും 49 മുതൽ 53 വരെയുള്ള പേജുകളും ഒഴിവാക്കിയെന്ന പ്രചരണമാണ് ഉണ്ടായത്. അതാണ് ഈ അപ്പീലിന് അടിസ്ഥാനം. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള വീഴ്ചയാണിത് എന്നാണ് ഹിയറിംഗിൽ സാംസ്കാരിക വകുപ്പ് പറഞ്ഞത്. അത്രയും ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടില്ല, അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള വീഴ്ചയാണെന്ന് ഈ സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഉദ്യോഗസ്ഥയായ സുഭാഷ് തങ്കച്ചി ഈ കമ്മീഷനെ
മൊഴി നൽകിയിട്ടുണ്ട്. ജോയിന്റ് സെക്രട്ടറി സന്തോഷം കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇതൊരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്, അത്രയും അധികം ഭാഗങ്ങൾ ഒഴിവാക്കി എന്ന് പറയുന്നത് ക്ലറിക്കൽ മിസ്റ്റേക്കാണ് എന്നാണ് ഈ സാംസ്കാരിക വകുപ്പിൻ്റെ അവകാശവാദം. അതുകൊണ്ടാണ് ഇത്തരമൊരു ആക്ഷേപത്തിനിടയാക്കിയത്. അപേക്ഷകർ ആവശ്യപ്പെടുന്ന പേജുകൾ പുറത്തുവിടാൻ സർക്കാർ താല്പര്യപ്പെടുന്നത്, അതായത് അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഈ സ്വകാര്യത ലംഘിക്കുന്ന ഭാഗങ്ങളാണ്, അത് സർക്കാർ പുറത്തുവിടാൻ താല്പര്യപ്പെടുന്നത്. ആ പേജുകളുടെ വിവരങ്ങൾ പലരുടെയും സ്വകാര്യത ബാധിക്കുമെന്നും സാംസ്കാരിക വകുപ്പ് കമ്മീഷനെ ബോധിപ്പിച്ചിട്ടുണ്ട്. കമ്മീഷൻ ഈ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നേക്കുമെന്ന സൂചനകളുടെ അടിസ്ഥാനം. ഏതായാലും ഈ നടപടി സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുടെ നടപടി സർക്കാരിൻ്റെ പ്രതിച്ഛായയെ മോശമാക്കിയെന്നും ഇങ്ങനെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചുവെന്നും കമ്മീഷൻ ഈ വാദത്തിനിടെ പറഞ്ഞിട്ടുമുണ്ട്. ഏതായാലും അതുകൊണ്ടാണ് വീണ്ടും റിപ്പോർട്ട് ഹാജരാക്കി ഒക്ടോബർ 10 വൈകിട്ടോടെ മുദ്രവച്ച കവറിലാണ് CD പെൻഡ്രൈവിന്റെ റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ എത്തിച്ചത്. 295 പേജുള്ള റിപ്പോർട്ടിൽ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ളവ നൽകാൻ ജൂലൈ 5 കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. അവിടെയാണ് വീണ്ടും ചില പേജുകൾ സർക്കാർ സാംസ്കാരിക വകുപ്പ് പൂഴ്ത്തിയത്. അത് ആരെ സംരക്ഷിക്കാനെന്ന ചോദ്യമാണ് കമ്മീഷന് മുമ്പാകെ ഉയർന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും അത്രയും പേജുകൾ പൂഴ്ത്താനാകില്ല, സ്വകാര്യത ലംഘിക്കുന്ന ഭാഗങ്ങൾ ഒഴികെയുള്ളവ നിർബന്ധമായും പുറത്തുവിടണമെന്നൊരു നിർദ്ദേശം കമ്മീഷൻ നൽകിയത്. ആ കമ്മീഷന്റെ വിധി, അത്തരം നിർദ്ദേശം ഹിയറിംഗിന്റെ ഭാഗമായി നൽകുമ്പോൾ അതിനെന്താണ് കമ്മീഷന്റെ അന്തിമ വിധി എന്ന് 11 മണിക്ക് തന്നെ അറിയാനാകും. ഒരുപക്ഷെ ഈ ഒഴിവാക്കിയതിൽ സ്വകാര്യത ലംഘിക്കുന്ന ഭാഗങ്ങൾ, ആ ഖണ്ഡികളോ ആ പേജ് 4 പേജും ഒഴികെയുള്ളവ ഇന്ന് പുറത്തു വരാനുള്ള സാധ്യത കൂടുതലാണ്. അഭിലാഷ്, യെസ്, അതാണ് ഏറ്റവും പ്രധാനം. ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തു വരുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയുമ്പോൾ ആ ഒഴിവാക്കിയ ഭാഗങ്ങളിൽ എന്ത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്. അത് ഒരുപക്ഷെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഉള്ള ഭാഗങ്ങൾ ആകാം. അതല്ല എങ്കിൽ വളരെ പ്രമുഖരായ, അതായത് നമ്മൾ ഈ മലയാള സിനിമയിൽ എന്നൊക്കെ പറയുമ്പോൾ ഈ താരങ്ങളെ ബിംബങ്ങളായൊക്കെയാണല്ലോ നമ്മൾ കാണുന്നത്. പലരുടെയും മനസ്സിലൊക്കെ വലിയ വിഗ്രഹങ്ങളാണ് അവർ. ആ വിഗ്രഹങ്ങൾ ഉടയുന്ന തരത്തിൽ ഉള്ള പേരുകൾ ആകാം, പല നടന്മാരെ കുറിച്ചോ ഒക്കെയുള്ള പേരുകളാകാം, അല്ലെങ്കിൽ മറ്റ് സിനിമാ പ്രവർത്തകരെ കുറിച്ചുള്ള പേരുകൾ ആകാം. എന്തു തന്നെയാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട, അതായത് മലയാള സിനിമാ മേഖലയിലെ നടിമാർ അല്ലെങ്കിൽ വനിതകൾ നേരിടുന്ന ചൂഷണത്തെ സംബന്ധിച്ച് ഹേമ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിലെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ എന്തിനു ഒഴിവാക്കി എന്നതിലായിരുന്നു സംശയം. ആ സംശയത്തിന് ഒരു പക്ഷേ ഇന്ന് കൃത്യമായ മറുപടി ലഭിക്കും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ഇനി നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ് പോകുന്നത്. കർദിനാൾ പദവിയിലേക്ക് മറ്റൊരു മലയാളി കൂടി. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കുവക്കാടിന്റെ സ്ഥാനാരോഹണം ഇന്ന് നടക്കും. വത്തിക്കാനിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ചരിത്ര മുഹൂർത്തത്തിന് കാത്തിരിക്കുകയാണ് കേരളവും. ഇന്ത്യൻ സമയം രാത്രി 8:30 കൂടിയാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുക. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് ഏതാണ്ട് 1.5 മണിക്കൂറോളം സമയം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണിത്. മാത്രവുമല്ല, മറ്റു പലരും ഈ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നുമുണ്ട്. അങ്ങനെ നിരവധിയായ വൈദികർ, പുരോഹിതർ ഒക്കെ ഈ സ്ഥാനാരോഹണം നടത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. മാർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ 21 പേരെയാണ് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത്. വൈദികൻ ആയിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരോഹിതനാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഇടയൻ കൂടിയായ ജോർജ് ജേക്കബ് കുവക്കാട് എന്നതാണ് പ്രത്യേകത. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് കീമീസ് കത്തോലിക്ക ബാവ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നിന്ന് പ്രത്യേക കേന്ദ്ര സംഘവും സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ വത്തിക്കാനിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോം കുര്യാക്കോസാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ടോം, ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം, പ്രത്യേകിച്ച് ഈ പുരോഹിത ഉയർച്ച അല്ലെങ്കിൽ സ്ഥാനാരോഹണം ഒക്കെ എന്നത് പലപ്പോഴും ഘട്ടം ഘട്ടമായി ഉയർന്ന് പദവികളിലേക്ക് എത്തുന്നുവെങ്കിൽ ഇതിപ്പോൾ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. അതും ഒരു മലയാളി ആണ് അദ്ദേഹം, വൈദികൻ എന്നതും അത് എത്രത്തോളം അഭിമാനകരമാണ്, സന്തോഷം നൽകുന്ന ഒന്നാണ് ക്രിസ്തീയ വിഭാഗത്തെ സംബന്ധിച്ച്. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരത സഭയെ സംബന്ധിച്ച്, ഭാരത ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര മുഹൂർത്തത്തിനാണ് വത്തിക്കാൻ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. അതായത് ഒരു വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരോഹിതൻ. ആ ഒരു പ്രത്യേകതയാണ്, സവിശേഷതയാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ സംബന്ധിച്ചുള്ളത്.
അതായത് ഈ ഒക്ടോബർ മാസത്തിലാണ്, ഈ വർഷം ഒക്ടോബർ മാസത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മോൺസിഞ്ഞോർ ആയിരുന്ന ജോർജ് കൂവക്കാടിനെ കർദിനാളായി പ്രഖ്യാപിക്കുന്നത്. അന്ന് അദ്ദേഹം ഒരു വൈദികൻ മാത്രമായിരുന്നു. അതിനുശേഷം 2 ആഴ്ച മുൻപാണ് ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ ജോർജ് കൂവക്കാടിനെ ആർച്ച് ബിഷപ്പായി വാഴിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അദ്ദേഹം ആർച്ച് ബിഷപ്പാണ്. അതായത് ഈ പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് ഒരു വൈദിക പദവിയിൽ നിന്ന് ഈ ഒരു കർദിനാൾ പദവിയിലേക്ക്, അതായത് ക്രൈസ്തവ സഭയെ സംബന്ധിച്ച്, കത്തോലിക്ക സഭയെ സംബന്ധിച്ച് മാർപ്പാപ്പ കഴിഞ്ഞാൽ ഏറ്റവും ഉന്നത പദവി വഹിക്കുന്ന ഒരു ചുമതലയാണ്. അതായത് കർദിനാൾ പദവി എന്ന് പറഞ്ഞാൽ അത്ര ഉന്നതമായിട്ടുള്ള, കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവിയാണ്. അത്രയും ഒരു പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുന്നു. അതും 51 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പുരോഹിതനെ സംബന്ധിച്ചത് ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇന്ന് വത്തിക്കാൻ സാക്ഷ്യം വഹിക്കുക. അദ്ദേഹം ഉൾപ്പെടെ 21 പേരെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത്. ഇന്ന് രാത്രി 8:30, അതായത് ഇന്ത്യൻ സമയം 8:30, വത്തിക്കാൻ സമയം വൈകിട്ട് 4 മണിക്കാണ് വത്തിക്കാനിൽ ഈ ചടങ്ങ് നടക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഇന്ത്യയിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള വിവിധ പുരോഹിതന്മാർ, മെത്രാന്മാരും വൈദികരും അടങ്ങുന്ന സംഘം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചങ്ങനാശ്ശേരി അതിരൂപത അംഗം എന്ന നിലയിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള നിരവധി വൈദികർ, ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഉൾപ്പെടെയുള്ളവരും ഇന്നത്തെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. നാളെ രാവിലെ 9:30 നിലവിലുള്ള കർദിനാൾമാരും പുതിയതായി ചുമതല ഏറ്റെടുക്കുന്ന കർദിനാൾമാരും മാർപ്പാപ്പയ്ക്കൊപ്പം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടവും ഈ വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികരാകുന്നുണ്ട്. സിറോ മലബാർ സഭയെ പ്രതിനിധീകരിച്ച് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സിറോ മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയസ് ക്ലീമിസ് കാതോലിക്ക ബാബ തുടങ്ങിയവരും ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനായി കഴിഞ്ഞ ദിവസം തന്നെ വത്തിക്കാനിലെത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും കേരളത്തിൽ നിന്നുള്ള വിവിധ ജനപ്രതിനിധികളും കേരള കത്തോലിക്ക സഭയിൽ നിന്നുള്ള വിവിധ പ്രതിനിധികളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വത്തിക്കാനിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി, 1.5 പതിറ്റാണ്ടായി വത്തിക്കാനിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള അംഗമായിരുന്നെങ്കിൽ പോലും അദ്ദേഹം പഠന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം വത്തിക്കാനിൽ എത്തുന്നത്. പിന്നീട് 2006 മുതലുള്ള കാലയളവിൽ വത്തിക്കാനിലായിരുന്നു അദ്ദേഹത്തിന്റെ സേവനം. ആ കാലയളവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിദേശയാത്രകൾ, അതായത് 2020 മുതലുള്ള കാലയളവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിദേശയാത്രകൾ സംഘടിപ്പിക്കുന്നതിന് ചുമതല മോൺസിഞ്ഞോർ ആയിരുന്ന ജോർജ് കൂവക്കാടനായിരുന്നു. അന്ന് മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന, ജോർജ് കൂവക്കാടനുണ്ടായിരുന്ന ആ വലിയൊരു അടുപ്പം, വ്യക്തിബന്ധം, അത് തന്നെയാണ് ഈ ഒരു ഉന്നതമായ പദവിയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നതിലും നിർണായകമായത്. അതായത് അദ്ദേഹത്തിന്റെ ഒരു കഴിവ്, നയതന്ത്ര ബന്ധങ്ങൾ, അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും വിശുദ്ധപൂർണമായിട്ടുള്ള ജീവിതം, ഇതൊക്കെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഏറെ സ്വാധീനിച്ചത്. അദ്ദേഹം ഈ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ കേരള സഭയെ സംബന്ധിച്ച്, ഭാരത സഭയെ സംബന്ധിച്ചത് ഒരു ചരിത്ര മുഹൂർത്തമായി മാറുന്നു. അതായത് നിലവിൽ കേരളത്തിൽ നിന്ന് 2 കർദിനാൾമാർ ആണ് ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയും ബസേലിയസ് ക്ലീമിസ് കാതോലിക്ക ബാവ, ഈ 2 കർദിനാൾമാരാണ് നിലവിലുണ്ടായിരുന്നെങ്കിൽ മൂന്നാമതൊരു കർദിനാൾ പദവിയിലേക്ക് കേരളത്തിൽ നിന്ന് ഒരാൾ കൂടി വരുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം പരിശോധിച്ചത് നമുക്കറിയാം. അദ്ദേഹം ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സ്വദേശിയാണ്. 1973 അദ്ദേഹത്തിന്റെ ജനനം. പിന്നീട് അദ്ദേഹം വൈദിക പഠനത്തിന് പോകുന്നു. പിന്നീട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2006 വത്തിക്കാനിലേക്ക് അദ്ദേഹം പോകുന്നത്. പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠന കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വത്തിക്കാനിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഡോക്ടറേറ്റ് എടുക്കുന്നു. പിന്നീട് കഴിഞ്ഞ കുറെ കാലങ്ങളായി അദ്ദേഹം വത്തിക്കാനിൽ പ്രവർത്തിക്കുകയായിരുന്നു. 2009 മുതൽ 2012 വരെയും ദക്ഷിണ കൊറിയയിലും 2012 മുതൽ ഇറാനിലും വത്തിക്കാന്റെ പ്രതിനിധിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2012 മുതൽ ഇറാനിൽ വത്തിക്കാൻ സെക്രട്ടറി ആയി സേവനമനുഷ്ഠിച്ചിരുന്നു. 2014 വരെയും അദ്ദേഹം വിവിധ രാജ്യങ്ങളില് ന്യൂഷോ ആയും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള ചരിത്രം കൂടി
അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു യെസ്, തീർച്ചയായും ടോം, നമുക്ക് അദ്ദേഹത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ അഡ്വക്കേറ്റ് പി ജോസഫ്, ദേശീയ കത്തോലിക്ക കോൺഫെഡറേഷന്റെ പ്രതിനിധി ആണ് ഇപ്പോൾ ചേരുന്നത്. ശ്രീ പി ജോസഫ്, എത്രത്തോളം സന്തോഷകരമായ അഭിമാനകരമായ ഒന്നാണ് ജോർജ് കുവക്കാടിന്റെ ഈ സ്ഥാനാരോഹണ ചടങ്ങ്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു പദവി ലഭിക്കുന്നു എന്നത്? തീർച്ചയായും വ്യക്തിപരമായിട്ടും ചങ്ങനാശ്ശേരി അതിരൂപത അംഗമെന്ന നിലയിലും അതുപോലെ ആഗോള കത്തോലിക്ക സഭയുടെ അംഗമെന്ന നിലയിലും വളരെയധികം സന്തോഷവും ആനന്ദവും പകരുന്ന ഒരു നിമിഷമാണ് മോൺ ജോർജ് കുവക്കാട്ട് അച്ഛനെ കർദിനാളായി മോൺ ജോർജ് പിതാവിന്റെ കർദിനാൾ സ്ഥാനാരോഹണം. തീർച്ചയായും അത്യപൂർവമായി നടക്കുന്ന ഒരു സംഭവവാസമാണ് ഒരു സാധാരണ വൈദികൻ നേരിട്ട് സഭയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന കർദിനാൾ പദവിയിലേക്ക് മാർപ്പാപ്പ നേരിട്ട് നിയമിക്കുന്നത്. ഇതിനെ കർദിനാളായിട്ട് നിയമിച്ചതിന് ശേഷം മാത്രമാണ് അതിന്റെ ഭാഗമായ ആർച്ച് ബിഷപ്പ് പദവി നൽകപ്പെടുകയുണ്ടായത്. ഒരു ചങ്ങനാശ്ശേരിയിലെ മാമൂട് ഇടവകയിലെ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി ക്രിസ്ത്യോതി സ്കൂളിലും SP കോളേജിലും ഒക്കെ പഠിച്ച ഒരു സാധാരണ വ്യക്തിയായിരുന്ന, പഠനത്തിന് ശേഷം വൈദികനാകാൻ സെമിനാരിയിൽ ചേർന്ന, അതിനുശേഷം വത്തിക്കാനിലെ വിദേശ ഡിപ്ലോമാറ്റിക് സർവീസ് ജോലി ചെയ്ത, വിവിധ രാജ്യങ്ങളിൽ അവസാനം മാർപ്പാപ്പയുടെ വിദേശ യാത്രകളുടെ മുഖ്യ സംഘാടകനായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച, ലാളിത്യവും എളിമയും വിനയവും സമന്വയിക്കപ്പെട്ട വ്യക്തിത്വത്തിനുടമയായ മോൺ ജോർജ് കുവക്കാടിനെ ഇന്ന് കർദിനാളാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഭാരത സഭയ്ക്ക്, സീറോ മലബാർ സഭയ്ക്ക്, മാതൃരൂപതയായ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ഒക്കെ വളരെയധികം സന്തോഷവും പ്രദാനം ചെയ്യുന്നതാണ്. അതായത് നമ്മൾ നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്യുകയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഏതൊരു ആൾക്കും ഏതൊരു വൈദികനും കർദിനാളാകാം എന്ന് തീർച്ചയായും ദൈവത്തിന്റെ ആ ഒരു പ്രത്യേക അനുഗ്രഹം അദ്ദേഹത്തിന് ലഭിക്കും എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു നിമിഷങ്ങൾ കൂടിയാണിത്. ഇത് തീർച്ചയായും കർദിനാൾ എന്ന പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു വിധത്തിലാണ്. സഭയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു, അതിനുപരിയായിട്ട് മാർപ്പാപ്പയുടെ ഉപദേശകനാണ്. അതെല്ലാം ഉപരി മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന സംഘത്തിലേക്ക് അതിലെ ഒരു അംഗമാണ്. അങ്ങനെ ഏറ്റവും അധികം കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഏറ്റവും അധികം ഉയർന്ന പദവിയിലുള്ള ഒരു സ്ഥാനാരോഹണമാണെന്ന് നടക്കുന്നത്. അദ്ദേഹം ഇതിനെല്ലാം ഉപരിയായിട്ട് ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ച് ചങ്ങനാശ്ശേരിയുടെ 3ാമത്തെ കർദിനാളാണ്. ആദ്യത്തെ സഭാതലവനായിരുന്ന മേയർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ആന്റണി പടിയറയ്ക്കും ജോർജ് ആലഞ്ചേരി പിതാവിനും, രണ്ടാമത്തെ പിന്നീട് മേയർ ആർച്ച് ബിഷപ്പായ ജോർജ് ആലഞ്ചേരി പിതാവിനും ശേഷം ചങ്ങനാശ്ശേരിയിലുണ്ടാകുന്ന 3ാമത്തെ കർദിനാളാണ്. അതെല്ലാം ഉപരി SP കോളേജിലെ പഠിച്ച വിദ്യാർത്ഥി നിലയിലെ 3ാമത്തെ കർദിനാളാണ്. മാർ ജോർജ് ആലഞ്ചേരിക്കും ക്ലീമിസ് വാവയ്ക്കും ശേഷം ചങ്ങനാശ്ശേരി SP കോളേജ് ലോകത്തിന് സംഭാവന ചെയ്യുന്ന 3ാമത്തെ കർദിനാളാണ് ശ്രീ മോൺ ജോർജ് കുവക്കാട്ട്. അങ്ങനെ നിരവധി രീതികളിൽ തന്റെ കഴിവും വ്യക്തിത്വവും ഒക്കെ ഉപയോഗിച്ച മോൺ ജോർജ് കുവക്കാടിന്റെ ഈ സ്ഥാനലബ്ധിയിൽ നമ്മളെല്ലാവരും സന്തോഷിക്കുന്നു. സഭയ്ക്കും അദ്ദേഹത്തിന്റെ ഒരു കാര്യം പറയാം, അദ്ദേഹത്തിന്റെ ആ അംഗീകാരത്തിനോട് താതാത്മ്യം പ്രാപിക്കുന്നതിന്, അതിനോടുള്ള നന്ദി അറിയിക്കുന്നതിനുമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ തന്നെ വത്തിക്കാനിലേക്ക് അയച്ചു. അവിടെയാണല്ലോ അഡ്വക്കേറ്റ് പി ജോസഫ്, ഈ മാർപ്പാപ്പ വീണ്ടും ഇന്ത്യയിലേക്ക് എത്തും, ഇന്ത്യയിൽ സന്ദർശനം നടത്തും എന്നതിങ്ങനെ കുറെ നാളുകളായി നമ്മൾ കേൾക്കുന്നതാണ്. ഇപ്പോഴാകട്ടെ ഈ മാർപ്പാപ്പയുടെ സന്ദർശനങ്ങൾ അടക്കം കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ കൂടിയാണ് ഇത്തരത്തിലൊരു സ്ഥാനാരോഹണൻ ആകാൻ പോകുന്നത്. അത് കൂടുതൽ ഇന്ത്യയുമായുള്ള ബന്ധം എന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് കൂടിയൊക്കെ മാർപ്പാപ്പയെ എത്തിക്കുന്നതിനുമൊക്കെ സഹായകമാകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇന്ത്യ ഗവൺമെന്റ് അതിന് ആവശ്യമായ നടപടികൾ എടുക്കുകയാണെങ്കിൽ മാർപ്പാപ്പയുടെ സാധാരണയായി ഒരു രാജ്യത്തേക്ക് പോകുന്നതിന് 2-3 വർഷമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ വളരെ വേഗത്തിലാക്കുവാനും ഒക്കെ സാധിക്കും. അത് ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടായ ഇപ്പം തീർച്ചയായും പ്രതിനിധി അയക്കുന്നതോടുകൂടി അതിനുള്ളൊരു മുന്നോടിയാണെന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവർക്ക് സ്വാഭാവികമായി ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ക്ഷണം കത്തുമായിട്ടാണോ ജോർജിന് പോയിരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കത്തില്ല. വ്യക്തിപരമായിട്ട് അതിനുശേഷം അവർ പ്രതിനിധി സംഘം മാർപ്പാപ്പയെ കാണുന്നുണ്ട്. ആ അവസരത്തിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും മാർപ്പാപ്പയുടെ ഇന്ത്യയിലേക്കുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഈ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള നടപടികളുമായിട്ട് നമുക്ക് കാണുവാൻ കൂട്ടി വായിക്കുവാൻ സാധിക്കത്തുള്ളൂ.
യെസ്, ഒപ്പം ഈ താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഈ SB കോളേജിൽ നിന്ന് ഉള്ള പഠിച്ചിറങ്ങിയ ഒരാളാണ് എന്ന്. അവിടെയും കാത്തലിക് കോൺഗ്രസിൻ്റെയൊക്കെ ഈ കാത്തലിക് സ്റ്റുഡൻറ് മൂവ്മെൻറ്റിൻ്റെ പ്രസിഡൻ്റായൊക്കെ പ്രവർത്തിച്ചിരുന്നു ഇദ്ദേഹം എന്നറിയാം. പ്രത്യേകമായ ആ രൂപതയ്ക്ക് കീഴിലും മറ്റുമൊക്കെ ദേവാലയങ്ങളിൽ പ്രത്യേകമായ പ്രാർത്ഥനകളോ അങ്ങനെയുള്ള ചടങ്ങുകളോ ഒക്കെ ഉണ്ടോ? ചങ്ങനാശ്ശേരി അതിരൂപതയിൽ പൂർണ്ണമായും ഇന്ന് അദ്ദേഹത്തിന് വേണ്ടിയുള്ള കർമ്മബലികളും കാര്യങ്ങളും ഒക്കെ എല്ലാ രൂപതയാണ്. രൂപതയിൽ നിന്നൊരു പ്രതിനിധി സംഘം പോയിട്ടുണ്ട് റോമിലേക്ക്. അതിന്റെ ഭാഗമായി പാർശ്വ കൗൺസിൽ അംഗങ്ങളും ബാക്കിയുള്ളവരും എല്ലാവരും തന്നെ ഈ ചടങ്ങുകൾ വീക്ഷിക്കുന്നുണ്ട്. മുഴുവൻ ആൾക്കാരും തന്നെ ചങ്ങനാശ്ശേരി രൂപതയിൽ പൂർണ്ണമായും ഇതിനെ വീക്ഷിക്കുകയാണ്. ചങ്ങനാശ്ശേരി രൂപത മാത്രമായിട്ട് കാണണ്ട, സീറോ മലബാർ സഭ മൊത്തമായി കാണുന്നതിനെ സഭയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹവും ഒരു അംഗീകാരവുമാണ്. ആഗോള കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ആഗോള 3 സഭകളും സീറോ മലബാറും സീറോ മലങ്കരയും ലത്തീൻ സഭയും ഒന്നിച്ച് ഇതിനെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ വിഭേദങ്ങളും എല്ലാവരും തന്നെ അതിന്റെ ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തിലാണ് ഈ ദിവസങ്ങളിൽ, ഈ രാവിലെ തുടർന്ന നിമിഷങ്ങളിൽ. യെസ്, അതാണ് അഭിമാനകരമായ സന്തോഷകരമായ നിമിഷം എന്നാണ് അഡ്വക്കേറ്റ് PP ജോസഫ് പ്രതികരിച്ചത്. വളരെയധികം നന്ദി ടോം. എന്തായാലും നമുക്ക് രാത്രി വരെ കാത്തിരിക്കണം. 8:30 വത്തിക്കാനിലെ പ്രാദേശിക സമയം വൈകിട്ട് 4 മണിക്ക് ശേഷം ആണ് ഈ പ്രാർത്ഥനാ ചടങ്ങൊക്കെ ആരംഭിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ചടങ്ങ്, 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ശ്രീ ടോണി ചിറ്റിലപ്പള്ളി കൂടി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ ടോണി ചിറ്റിലപ്പള്ളി, ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ ക്രൈസ്തവ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നിമിഷം ആണ്. പ്രത്യേകിച്ച് വൈദിക പദവിയിൽ നിന്ന് ഒരാൾ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു, അത് മലയാളിയായ ഒരാൾ. ആ നിമിഷത്തെ അല്ലെങ്കിൽ ഈ സമയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും രാജ്യത്തിന് മാത്രമല്ല ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിന് തന്നെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അവസരമാണ്. പ്രത്യേകിച്ച് പൗരസ്ത്യ സഭയായ സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു വൈദികൻ നേരിട്ട് ഒരു കർദിനാൾ സ്ഥാനത്ത് എത്തുന്നത് ഏറ്റവും ആദ്യമായിട്ടാണ്. നമുക്ക് പിറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഭാഗ്യസ്മരണാർഹനായിട്ടുള്ള മാർ ജോസഫ് പൗത്തിൽ പിതാവാണ് മാർ ജോർജ് കൂവക്കാട്ടിനെ വത്തിക്കാൻ ഡിപ്ലോമാറ്റിക് സർവീസിലേക്ക് പറഞ്ഞുവിട്ടത്. അത് തന്നെ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ളൊരു ദീർഘവീക്ഷണം മാർ ജോസഫ് പൗത്തലിനുണ്ടായിരുന്നു. പൗരസ്ത്യ സഭയുടെ തന്നെ രത്നമെന്നാണ് ആ മെത്രാപ്പോലിത്തയെ ക്രൈസ്തവ ലോകം വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ളൊരു വൈദികൻ ഒരു കർദിനാൾ സ്ഥാനത്തേക്ക്, അത് മാർപ്പാപ്പയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വൈദികനായിട്ട് അവിടെ സേവനം ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഈ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമായിട്ടുള്ള ദൈവാനുഗ്രഹത്തിന്റെ ഒരു നിമിഷങ്ങളാണ് ഇത്. ഇവിടെ നിന്ന് നിരവധി വിശ്വാസികളും കർദിനാൾമാരടക്കം ബിഷപ്പ്മാരടക്കം പലരും അവിടെ വന്നിട്ടുണ്ട്. മാത്രമല്ല രാജ്യത്തിന്റെ പ്രതിനിധികളായിട്ട് മന്ത്രിമാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും അവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ സഭയ്ക്ക് കൂടുതൽ ഉണർവ് നൽകുന്ന, അതായത് ഒരു അശാന്തിയുടെയും അസമാധാനത്തിന്റെയും ഒരു അവസരത്തില് ഇപ്രകാരമുള്ള ഒരു ആഹ്ലാദകരമായിട്ടുള്ള ഒരു അവസരം ദൈവം സഭയ്ക്ക് തന്നു. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്ക് തന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം തന്നെയായിട്ടാണ് സഭാമക്കൾ, വിശ്വാസികൾ കരുതുന്നത്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു സാധാരണ വൈദികൻ ചെറുപ്രായത്തിൽ തന്നെ വത്തിക്കാന്റെ സർവീസിലേക്ക് അവിടെ പോകുന്നു. അതിനുശേഷം അദ്ദേഹം അവിടുത്തെ പഠനങ്ങൾ പൂർത്തിയാക്കുന്നു. ദൈവാനുഗ്രഹത്താല് മാർപ്പാപ്പയുടെ സഞ്ചാരപഥങ്ങൾ ക്രമീകരിക്കാനായിട്ടുള്ള ഒരു സംഘത്തിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെടുന്നു. പൊടുന്നതിന് അദ്ദേഹം മാർപ്പാപ്പയുടെ തന്നെ പ്രത്യേക ശ്രദ്ധയും മാർപ്പാപ്പയുടെ പ്രത്യേക വാത്സല്യവും അദ്ദേഹം അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സുപ്രധാനമായിട്ടുള്ള ഒരു കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. തീർച്ചയായിട്ടും സഭയ്ക്ക് വലിയ ആകാംക്ഷയുണ്ട്, സന്തോഷമുണ്ട്. കാരണം ഇനിയും അദ്ദേഹം ആഗോള കത്തോലിക്ക സഭയുടെ പല ഉന്നത സ്ഥാനങ്ങളിലേക്കും നിയോഗിക്കപ്പെടുവാൻ അദ്ദേഹം നിയുക്തനാവുമെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ സേവനം എളിമയുടെയും അതുപോലെ തന്നെ വിനീതനായിട്ടുള്ള ഒരു വൈദികനായിട്ടാണ് അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതയിൽ തന്നെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രതീക്ഷകൾ വളരെ ഉയരത്തിലാണ്. പ്രത്യേകിച്ചും ഭാരതത്തിലെ സഭയ്ക്ക് ദൈവം അല്ലെങ്കിൽ കത്തോലിക്ക സഭ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ മാർ ജോർജ് കൂക്കാടിന്റെ ഈ കർദിനാൾ പദവിയെ കാണുകയാണ്.
റൈറ്റ്. എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ നിമിഷം, നമ്മുടെ രാജ്യത്തെ ക്രൈസ്തവ വിഭാഗത്തിന് ഇത് സന്തോഷത്തിന്റെ നിമിഷം ആണ്. നമ്മൾ ആവർത്തിച്ച് പറയുന്നത്, വൈദിക പദവിയിൽ നിന്ന് ആണ് ഈ കർദിനാൾ പദവിയിലേക്ക് ഇങ്ങനെ ഉയർത്തപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഏറെ സന്തോഷകരമായ ഒന്ന്. മാർ ജോർജ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് വത്തിക്കാനിലെ സമയം വൈകിട്ട് 4 മണിയോടുകൂടിയാണ്. അത് ഇന്ത്യൻ സമയം ഏതാണ്ട് രാത്രി 8:30 ശേഷം ആണ്. നമുക്ക് കാത്തിരിക്കാം. ഇടവേള. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടി. യൂണിറ്റിന് 16 പൈസയാണ് കൂട്ടിയത്. അടുത്ത വർഷം മുതൽ 12 പൈസയും കൂട്ടും. ഡിസംബർ 5 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് തീരുമാനം. നിരക്ക് കൂട്ടാതെ മറ്റ് വഴികളില്ല എന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ വെട്ടി നീക്കിയ ഭാഗങ്ങൾ പുറത്തേക്ക്. ഒഴിവാക്കിയ ഭാഗങ്ങൾ വിവരാവകാശ നിയമപ്രകാരം അപ്പീൽ നൽകിയ മാധ്യമ പ്രവർത്തകർക്ക് നാളെ കൈമാറും. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉത്തരവിറക്കി. യെസ്, ഇനി നമുക്ക് സന്നിധാനത്ത് നിന്നുള്ള വാർത്തകൾ പരിശോധിക്കാം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മണ്ഡലകാലത്ത് ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നേരത്തെ നമുക്കറിയാം, ഈ ചുഴലിക്കാറ്റിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ആന്ധ്ര, കർണാടക, തമിഴ്നാട് പ്രദേശങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെയൊക്കെ വരവ് കുറഞ്ഞിരുന്നു. ആ സമയം തെരഞ്ഞെടുത്തിരുന്ന ഭക്തർ അടക്കം ഇനിയായിരിക്കും ശബരിമലയിലേക്ക് എത്തുക എന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സന്നിധാനത്ത് വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് റെക്കോർഡ് വരവാണ്, തീർത്ഥാടകരുടെ റെക്കോർഡ് വരവാണ് ഉണ്ടാകുന്നത്. ഒരു പക്ഷേ ഞാൻ സൂചിപ്പിച്ചത് തന്നെയാകാം ഇതിന് കാരണം. ഈ ചുഴലിക്കാറ്റിൻ്റെ സമയത്തൊക്കെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ കുറവ് സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നു. നമുക്കറിയാം, ശബരിമലയിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഭക്തരല്ല ഈ മണ്ഡലകാലത്ത് അധികമായി എത്തുന്നത്, ഇതര സംസ്ഥാനത്ത് നിന്ന് ഉള്ളവർ ആണ്. പക്ഷേ കനത്ത മഴയും കാറ്റുമൊക്കെ ആയിരുന്നതുകൊണ്ട് നിരവധി ഭക്തർ അങ്ങനെ സന്ദർശനം മുടങ്ങിയ സാഹചര്യമുണ്ട്. 92,562 ഭക്തർ ആണ് ഇന്നലെ മാത്രം ദർശനം നടത്തിയത്. സീസൺ തുടങ്ങി ഏറ്റവും ഉയർന്ന കണക്കാണ് ഇത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വെർച്വൽ ക്യൂ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 80,000 ആളുകളെ ഒരു ദിവസം സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുക എന്നതാണ് പൊതുവെ ഉള്ള നിയന്ത്രണ രീതി. പക്ഷേ അതിനപ്പുറത്തേക്ക് തീർത്ഥാടകർ എത്തുന്നു എന്നുള്ളതാണ്. ശ്രീജിത്തിലേക്കാണ് പോകുന്നത്. ശ്രീജിത്ത്, വലിയ കണക്ക്. പണ്ടൊക്കെ നമുക്കറിയാം 1,00,000 മുകളിലൊക്കെ തീർത്ഥാടകർ എത്തുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് കുറച്ചുകൂടി ടെക്നിക്കലി കറക്റ്റായ കണക്കുകളാണല്ലോ ലഭിക്കുന്നത്. അവിടെയാണ് ഈ 92,000. ഒരുപക്ഷെ ഈ കാലാവസ്ഥയിൽ വന്ന മാറ്റം, നേരത്തെ ആന്ധ്രാ തീരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ചുഴലിക്കാറ്റ് മാറി അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലായിരിക്കുമോ ഈ തീർത്ഥാടകരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കുന്നത്? അഭിലാഷ്, തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിലെ സ്വാമിമാരുടെ വരവ് കൂടി കണക്കാക്കിയ ശേഷമായിരിക്കും നമുക്ക് അക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വരുത്താൻ സാധിക്കുക. ഇന്നലെ ഡിസംബർ 6 ആയിരുന്നു. സാധാരണ ഡിസംബർ 6
ഈ ബാബറി മസ്ജിദ് ദിനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ വലിയ സുരക്ഷ ഒരുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ എണ്ണം ആ ദിവസം കാര്യമായി കുറയുന്ന ഒരു രീതിയാണുള്ളത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ എണ്ണം കുറവാണ് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എത്തുന്ന ഭക്തരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ കുറച്ചു കാലമായി ആ ദിവസങ്ങളിൽ അത്രത്തോളം തിരക്ക് കാണാറില്ലായിരുന്നു. ഇനിയിപ്പോ തിരക്ക് കുറവാണ് എന്ന് കരുതി ഇന്നലെ തന്നെ കരുതിക്കൂട്ടി ഭക്തരെത്തിയതാണോ എന്നറിയാൻ ഇനിയുള്ള ദിവസങ്ങളിലെ കണക്ക് കൂടി പരിഗണിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സ്പോട്ട് ബുക്കിംഗ് വഴിയും നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ 92,562 പേർ എത്തിയപ്പോൾ സ്പോട്ട് ബുക്കിംഗ് വഴി 17,425 പേർ ഇന്നലെ ദർശനം നടത്തി എന്നുള്ളതാണ്. പരമാവധി 10,000 എന്നൊക്കെയുള്ള കണക്കുകളിലേക്ക് ചുരുക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ഇന്നലെ വലിയ ഭക്തരുടെ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമാണ്. അതായത് ശ്രീജിത്ത്, നമുക്കറിയാം ഈ സ്പോട്ട് ബുക്കിംഗ് വലിയ ആശയക്കുഴപ്പവും ആശങ്കയൊക്കെ സൃഷ്ടിച്ചിരുന്നല്ലോ. അതായത് ഈ വെർച്വൽ ക്യൂ വഴി അല്ലാതെ സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ നമ്മൾ വെർച്വൽ ക്യൂ വഴി ഒരു ദിവസം ഒരു സമയമൊക്കെ ബുക്ക് ചെയ്താൽ പല തടസ്സങ്ങളുണ്ടാകാം, അങ്ങനെ അന്ന് എത്താൻ പറ്റുന്നില്ല. പക്ഷേ അപ്പോഴും സർക്കാർ പറഞ്ഞിരുന്നു എത്തുന്ന ഒരു ഭക്തനും മടങ്ങേണ്ടി വരില്ല. അപ്പോൾ അതിന് ശരിവെക്കുന്ന തരത്തിലാണല്ലേ, അതായത് ഇന്നലെ വലിയ നമ്പർ ആണ് ഈ സ്പോട്ട് ബുക്കിങ്ങിലൂടെ എത്തിയതെങ്കിൽ ആര് ദർശനത്തിനെത്തിയാലും അവർക്ക് അവസരം നൽകും. അപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ക്രമീകരണം എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അഭിലാഷ്, ഇതൊരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം, പുതിയ മാറ്റം എന്ന് നമുക്ക് ശബരിമല എത്തിയാൽ നമുക്ക് അത് വ്യത്യാസപ്പെടുത്തി കാണാൻ കഴിയില്ല. കഴിഞ്ഞ വർഷവും സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നു, അന്നും 10,000 എന്നൊക്കെയുള്ള കണക്കായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്തവണയും ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല എന്ന നിലയിൽ, അതായത് ഓൺലൈൻ ബുക്കിംഗ് എന്ന നിലയിലേക്ക് മാത്രം കാര്യങ്ങൾ ചുരുങ്ങുന്നു എന്ന് കണ്ടപ്പോഴാണ് അതൊരു വിവാദമായത്. പിന്നീട് സ്പോട്ട് ബുക്കിംഗ് എന്ന പേര് മാറ്റി തത്സമയ ബുക്കിംഗ് എന്ന പേരിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുകയാണ് പിന്നീട് ചെയ്തത്. ഫലത്തിൽ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ശബരിമല എത്തുന്ന എല്ലാവർക്കും ദർശനം കിട്ടണം എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ആവശ്യം. അതെന്തായാലും നൽകുന്നു എന്നുള്ളതാണ്. 10,000 എന്ന കണക്കിലേക്ക് ചുരുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിനും അപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് എടുത്ത് കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ കണക്ക് പ്രകാരം അങ്ങനെയാണ് അത് 17,000-ലെത്തിയത്. ഒരു കാര്യം കൂടിയുള്ളത്, ഇന്ന് രാവിലെ പുലർച്ചെ നട തുറന്ന ശേഷം 6 മണി വരെയുള്ള കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനകം 27,656 പേർ ശബരിമലയിൽ ഇന്ന് രാവിലെ 6 മണി വരെ ദർശനം നടത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ഉഷപൂജ നടക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഭക്തർക്ക് അല്പസമയം ദർശനമില്ല. ഉള്ളിൽ പൂജ നടക്കുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ വരിയെല്ലാം നിറഞ്ഞ് വലിയ ക്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ തിരക്കിലേക്ക്, അതായത് ഈ തീർത്ഥാടന കാലം തുടങ്ങി വലിയ തിരക്കിലേക്ക് ശബരിമല എത്തുന്നു. പല ഘട്ടങ്ങളിലും നേരത്തെയൊക്കെ തന്നെയും ഈ 1 ലക്ഷമൊക്കെ കഴിഞ്ഞ കണക്കുകളൊക്കെ ഈ കണക്കെടുപ്പിന്റെ സമയത്തുമൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോഴും കാര്യമായ എവിടെയെങ്കിലും ഒന്ന് തടഞ്ഞിടുകയോ ഒന്നും ചെയ്യാതെ കൃത്യമായ ഫ്ലോ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ പമ്പയിലൊക്കെ ഇത്തവണ ഈ വാഹന പാർക്കിംഗ് സൗകര്യം ഉള്ളത് വലിയ ആശ്വാസമായിരുന്നു. അതായത് നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കയറാനൊന്നും ഭക്തർക്ക് കാത്തു കിടക്കേണ്ടി വരുന്നില്ല. വഴിയിലൊന്നും അങ്ങനെ തടസ്സമില്ല. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഫ്ലോ, ഒരു കൃത്യമായ ഒഴുക്ക് ശബരിമലയിൽ ഉണ്ടാകുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതാണ് ഈ തീർത്ഥാടനത്തെ വളരെ സുഗമമാക്കുകയും ചെയ്യുന്നത്. അത് ഇത്തവണ ഉണ്ട് എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അഭിലാഷ്, എന്തായാലും ശബരിമലയിൽ തീർത്ഥാടകരുടെ വരവ് കൂടുന്നു എന്ന സൂചനയാണ്. ഇന്നലെ റെക്കോർഡ് തീർത്ഥാടകർ ആണ് ദർശനം നടത്തി മടങ്ങിയത്. എന്തായാലും ശ്രീജിത്ത് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നിൽ നമുക്ക് വലിയ ക്യൂ ഒക്കെ കാണാം. ശ്രീജിത്ത് സൂചിപ്പിച്ചതനുസരിച്ച് ഇപ്പോൾ ശ്രീകോവിൽ നട അടച്ചിരിക്കുന്ന സമയമാണ്, അവിടെ പൂജ നടക്കുകയാണ്. അതുകൊണ്ട് തീർത്ഥാടകർക്ക് ദർശനം അല്പസമയം കഴിഞ്ഞ് സാധിക്കും. ഒരുപക്ഷെ അതുകൊണ്ട് കൂടിയായിരിക്കാം ദാ ഇപ്പോൾ നട തുറക്കുന്നു എന്നാണല്ലോ ശ്രീജിത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും അഭിലാഷ്, പൂജയ്ക്ക് ശേഷം നട തുറന്നു. 18-ാം പടിയിൽ കൂടി ഭക്തരെ കടത്തിവിടുന്ന സാഹചര്യം ഉണ്ട്. എന്തായാലും രാവിലെ ഇങ്ങനെ കൃത്യമായി ഇടവേളകളിൽ പല പൂജകളുമുണ്ട്. ഇനി ശീവേലി ഉണ്ടാകും. അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ ചെറിയ ചെറിയ ഇടവേളകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചെറിയ ഇടവേളകളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഫ്ലൈ ഓവറിലൊക്കെ അത്യാവശ്യം ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരത്തെ ഇത്രത്തോളം ആളുകൾ എത്തിയാൽ പോലും
വലിയൊരു തിരക്ക് അങ്ങനെ അതായത് ഫ്ലൈ ഓവറിലൊന്നും വലിയ തിരക്ക് അനുഭവപ്പെടാറില്ലായിരുന്നു. അതൊക്കെയാണ് പോലീസും ദേവസ്വം ബോർഡും ഒക്കെ ആഗ്രഹിച്ചിരുന്നത്. അത് തന്നെയാണ്, അതായത് സന്നിധാനത്ത് വല്ലാതൊരു തിരക്ക് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ഒരു ഇതില്ലാതെ കൃത്യമായ ഒരു ഒഴുക്ക്, കയറ്റം പോലെ തന്നെ താഴേക്കുള്ള ഒരു ഒഴുക്കും ഇത്തവണ ശബരിമല സന്നിധാനത്ത് ഉണ്ട്. അതിന്റെ പ്രധാനമായ കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ പമ്പയിലടക്കം വാഹന പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാകുന്നു. ഇന്നലെ ഏതാണ്ട് 7000-ലധികം വാഹനങ്ങളാണ്, വിവിധ തരത്തിലുള്ള വാഹനങ്ങളാണ് ശബരിമലയിൽ എത്തിയിട്ടുള്ളത് എന്നും പോലീസ് ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. എന്തായാലും സുഗമമായ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അഭിലാഷ്, തീർച്ചയായും എന്തായാലും വലിയ നടപ്പന്തൽ, മേൽപ്പാലം ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ഭക്തരുടെ ഒരു നീണ്ട നിരയുണ്ട്. അത് പൂജയ്ക്ക് വേണ്ടി നട അടച്ച സമയത്തുള്ള ദൃശ്യങ്ങളും അതിനുശേഷം ഭക്തർ മൂവ് ചെയ്യുന്നതുമൊക്കെ നമുക്ക് കാണാം. എന്തായാലും ഈ തീർത്ഥാടന കാലം വളരെ സുഗമമായി മുന്നോട്ട് പോകുന്നു. വലിയ പരാതികളും പരിഭവങ്ങളും ഒന്നും ഭക്തരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. തീർച്ചയായും ശബരിമല അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ അഭിമാനമാണ്. ഒപ്പം കേരളത്തിന്റെ ദേവസ്വം ബോർഡുകൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന വലിയ വരുമാനം നൽകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ തീർത്ഥാടകർ എത്തേണ്ടത് ശബരിമലയുടെ ആവശ്യം കൂടിയാണ്. ശബരിമലയിലെ തീർത്ഥാടകർക്ക് ഇടത്താവളങ്ങളിലെ അന്നദാനം ആശ്വാസമാകുന്നു. ദിനംപ്രതി ആയിരക്കണക്കിന് തീർത്ഥാടകർ ആണ് ഇടത്താവളങ്ങളിൽ വിശ്രമിച്ച് അന്നദാനത്തിൽ പങ്കെടുത്ത് മല കയറുന്നത്. മണ്ഡലകാലത്ത് വ്രതമനുഷ്ഠിച്ച് മല ചവിട്ടുന്ന അയ്യപ്പന്മാരാണ് ഇടത്താവളങ്ങളിലെത്തി വിശ്രമിച്ച് അന്നദാനത്തിൽ പങ്കെടുത്ത് മല കയറുന്നത്. ശബരിമലയുടെ പ്രധാന പ്രവേശന കവാടമായ പത്തനംതിട്ട നഗരസഭയുടെ ഇടത്താവളത്തിൽ ദിനംപ്രതി 100 കണക്കിന് ഭക്തരാണ് എത്തുന്നത്. വ്രതമനുഷ്ഠിക്കുന്ന അയ്യപ്പന്മാർക്ക് ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിക്കാതെ ഇടത്താവളങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം ഏറെ ആശ്വാസമാണ്. അയ്യപ്പ സേവാ സമാജത്തിൻ്റെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഓരോ ഇടത്താവളങ്ങളിലും അന്നദാനം ക്രമീകരിച്ചിട്ടുള്ളത്. ഏതാണ്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദിവസേന പത്തനംതിട്ട ഇടത്താവളത്തിൽ വരാറുണ്ട്. നമുക്കറിയാം, ഏതാണ്ട് കഴിഞ്ഞ ഒരു 10-18 വർഷക്കാലമായിട്ട് നിരവധി അയ്യപ്പന്മാർ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇവിടെ വരുന്നുണ്ട്. അവർക്കെല്ലാം വേണ്ട അന്നദാനം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നു. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ പേരിലാണ് ഈ ഒരു അന്നദാന കേന്ദ്രം വർഷങ്ങളായി നടത്തപ്പെടുന്നത്. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് ഏതാണ്ട് 42ഓളം അന്നദാന കേന്ദ്രങ്ങളാണ് ഉള്ളത്. ചൂട് കഞ്ഞിയും പയറും പപ്പടവും നാരങ്ങ അച്ചാറുമാണ് അയ്യപ്പന്മാർക്ക് നൽകുന്നത്. വൃത്തിയോടെ തയ്യാറാക്കുന്ന ഭക്ഷണമായതിനാൽ അയ്യപ്പന്മാർക്കും തൃപ്തിയാണ്. വിശ്രമത്തിനുള്ള ക്രമീകരണങ്ങളും ഇടത്താവളങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. വാഹനയാത്രക്കാരും കാൽനടയായെത്തുന്ന അയ്യപ്പന്മാരുമാണ് ഇടത്താവളങ്ങളിലെത്തുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം അവസാനിക്കും വരെ അന്നദാനം നൽകാനാണ് സംഘാടകരുടെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. ശബരിമലയിൽ തീർത്ഥാടനത്തിനെത്തുമ്പോൾ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുണ്ട്. അത് മല കയറുന്നതിന് മുമ്പും അല്ലെങ്കിൽ മലയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പുമൊക്കെ ആരംഭിക്കുന്ന ഒന്നാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ശബരിമലയിൽ എത്തുന്ന ഭൂരിഭാഗം തീർത്ഥാടകർക്കും എവിടെയാണ് ശരം കുത്തിയെന്നോ എവിടെയാണ് ശരം കുത്തേണ്ടത് എന്നോ അറിയില്ല എന്ന് തോന്നിപ്പോകും ചില കാഴ്ചകൾ കണ്ട. ശരം കുത്തിയുടെ ഐതിഹ്യവും മാറുന്ന ആചാരങ്ങളും കാണാം ഈ റിപ്പോർട്ടിൽ. ശബരിമല തീർത്ഥാടന പാതയിലെ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് ശരംകുത്തി. ഇവിടെയാണ് കന്നിസ്വാമിമാർ ശരം കുത്തുന്നത്. പക്ഷേ വിശ്വാസങ്ങൾ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ശരംകുത്തിയിൽ കുത്തേണ്ട ശരങ്ങളൊക്കെ മറ്റ് പലയിടങ്ങളിലുമായി പലരും സമർപ്പിക്കുന്നുണ്ട്. തീർത്ഥാടന പാതയിൽ ശരംകുത്തിക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞുവല്ലോ. ഇവിടെയാണ് തിരുവാഭരണം വെക്കുന്നത്. ഈ തിരുവാഭരണ മണ്ഡപം, പന്തളം രാജകൊട്ടാരത്തിലെ തിരുവാഭരണം ഇവിടെ എത്തി ഇവിടെയാണ് വെക്കുക. ഇവിടെ നിന്നാണ് പിന്നെ ക്ഷേത്രം പ്രതിനിധികൾ അത് ഏറ്റുവാങ്ങി തിരുവാഭരണവുമായി യാത്ര തുടങ്ങുക. മറ്റൊന്ന് ഇവിടെയുള്ളത് ഒരു കാണിക്കവഞ്ചിയാണ്. മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത് വലിയ ഒരു ആൽമരമാണ്. ആ ആൽമരത്തിന്റെ ചുവട്ടിലായിരുന്നു ആദ്യകാലങ്ങളിൽ ആ ശരം കുത്തിയിരുന്നത്. പക്ഷേ അത് കാലക്രമേണ അത് ഇല്ലാതെയാവുകയും അതിനുശേഷം ഇവിടെ മറ്റൊരാൽമരം നടുകയും ഇപ്പോൾ ഈ ആൽമരത്തിന്റെ ചുവട്ടിലാണ് ശരം കുത്തുന്നത്. ശരിക്ക് വിശ്വാസപ്രകാരം ഇവിടെയാണ്
ആ ശരം കുത്തേണ്ടത്. പക്ഷേ തീർത്ഥാടകർ പലപ്പോഴും തിരക്ക് കാരണവും അല്ലെങ്കിൽ എവിടെയെങ്കിലും ആളുകൾ ശരം കുത്തിയതിന്റെ പിന്നാലെ കുത്തുന്നതുകൊണ്ടും ഈ പരിസരത്ത് പലയിടത്തും ശരം കുത്തുന്നുണ്ട്. പക്ഷെ ശരിക്ക് ഇവിടെയാണ് ശരം കുത്തേണ്ടത്. അതിന് പകരം നമുക്കിവിടെ ഈ കാണിക്കവഞ്ചിയിലൊക്കെ ശരം കുത്തി നിർത്തിയിരിക്കുന്നത് കാണാം. എന്താണെങ്കിലും ശരംകുത്തി എന്നുള്ളത് ഈ തീർത്ഥാടന പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ്. അതിന് ഏറെ ഐതിഹ്യ പ്രാധാന്യങ്ങളുമുണ്ട്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് ഈ ശരംകുത്തിയുടെ പ്രാധാന്യത്തെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത്. ശരംകുത്തി അയ്യപ്പൻ ആദ്യം ഈ ഇവിടെ ക്ഷേത്രം പണിയണമെന്ന് പറഞ്ഞ് അമ്പെയ്തെന്ന് പറഞ്ഞത്. ആ അമ്പ് വന്ന് കൊണ്ട സ്ഥലമാണ് ശരംകുത്തി. എന്നിട്ട് അവിടുന്ന് അനുയോജ്യമായി ഈ സ്ഥലം നോക്കി തെരഞ്ഞെടുത്ത് ക്ഷേത്രം പണിതായിട്ടാണ്. അതുകൊണ്ടാണ് ശരംകുത്തി. കന്നി അയ്യപ്പന്മാർ വരുമ്പോൾ അവിടെ ശരം കുത്തണം എന്നുള്ള സങ്കല്പമുണ്ട്. ശരംകുത്തിയാണല്ലോ. അതെ അതെ. എനിക്ക് പലയിടത്തും ശരം കുത്തുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ. അതെ അതെ അതെ. അത് അറിയാഞ്ഞിട്ടാണ് ഈ ട്രാവൽസിനൊക്കെ വരുമ്പോഴേ അവര് പമ്പയിൽ നിന്ന് ഇങ്ങോട്ട് വിടുക ചെയ്യാം. അപ്പൊ അയ്യപ്പന്മാരിങ്ങനെ വന്ന് ഈ കാണുന്നത് എവിടെ ശരം വെച്ചാൽ അവിടെ കുത്തി പോവുക. ശരിക്കും ഇതിന്റെ ഐതിഹ്യം ഒന്നും അറിയാഞ്ഞിട്ടാണത്. പറഞ്ഞു കൊടുക്കാൻ ഗുരുസ്വാമിക്ക് സമയം ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. അങ്ങയുടെ അറിവിൽ എങ്ങനെ ഇവിടെ പണ്ടൊരു മരം അത് ആലയിന് ഇതല്ലതിന് ആല് വലിയൊരു ആലുണ്ടായിരുന്നു. അത് പിന്നെ ഇത് സൗകര്യത്തിന് വേണ്ടിയിട്ട് മണ്ണെടുത്തിട്ട് ഇത് രണ്ടാമത് കുഴിച്ചിട്ടാണ്. അങ്ങൊക്കെ വരുമ്പോ ആദ്യം എവിടെയായിരുന്നു കുത്തിയിരുന്നത്? അതെ ഇവിടെ ശരംകുത്തിയാൽ ഇവിടെ കുത്തി. അതെ ശരംകുത്തിന്റെ താഴെ ആലിന്റെ താഴെയായിട്ട്. എന്താണ് കുട്ടിയസ്വാമിയോട് അങ്ങ് പറയാറുള്ളത്? എന്താ ഇന്ന് ആചാരങ്ങൾ അവിടുന്ന് കണ്ട ശബരിപീഠത്തിൽ നാളികേരം ഓരോ പിന്നെ വഴിപാടുകളും എവിടെയാ ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെ പറയും. കുട്ടികളോട് മാത്രമല്ല മുതിർന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കും. അറിയുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. ശബരിപീഠത്തിലാണ് എല്ലാവരും കുത്തുന്നുണ്ട്. അതെ ശബരിപീഠത്തിൽ നാളികേരം അടിക്കുക, അതാണ് അവിടുത്തെ വഴിപാട്. അത് അവിടെ കണ്ടിട്ടാണ്. അതാണ് അവിടെ ഒരുപാട് പിന്നെ ശരം കണ്ടതുകൊണ്ടാണ് എല്ലാവരും അവിടെ ഇങ്ങനെ ശരം കുത്തുന്നത്. ഈ വഴി ആരും വരുന്നില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, വളരെ കുറവ്. അപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട്. അതെ അങ്ങനെയാണ് പോകുന്നത്. ഇത് ശരിക്ക് ഇവിടെ കാണിക്കവഞ്ചിയിലാണ് കുത്തുന്നത്. അതെ അത് ഞാൻ പറഞ്ഞു. ഇവിടെ കുത്താൻ പോയി, അവിടെ എല്ലാം കുത്തല്ലേ, അവിടെയാണ് കുത്ത. ഇത് കാണിക്കണ. അതെ അതെ, അതാണ് അറിയാതെ ചെയ്യണാണ്. ഇതാണ് ശബരിപീഠം. ശരണപാതയില് മരക്കൂട്ടത്തിന് മുൻപാണ് ശബരിപീഠമുള്ളത്. ശബരി മഹർഷിനിയുടെ ആശ്രമം ഇവിടെയായിരുന്നു എന്നാണ് സങ്കല്പം. പക്ഷെ ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ പ്രധാനമായിട്ടും ശരം വഴിപാട്, അതായത് ശരംകുത്തിയിൽ കുത്താനുള്ള ശരം ഇവിടെയാണ് വിൽക്കുന്നത്. നമുക്കതിന്റെ കച്ചവടം ഇവിടെ നടക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഇവിടെ നിന്ന് ശരം വാങ്ങി ഇതിനപ്പുറത്ത് നാളികേരം മുടച്ച് പിന്നീട് ശരംകുത്തിയിൽ ആൽച്ചുവട്ടിൽ ഇത് സമർപ്പിക്കണം, കുത്തണം എന്നുള്ളതാണ് സങ്കല്പം. പക്ഷെ നമുക്കിപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഈ കച്ചവടം ചെയ്യുന്ന സ്ഥലത്തിന് തൊട്ടപ്പുറത്ത് തന്നെ തേങ്ങയുടയ്ക്കുന്ന ഒരു മണ്ഡപം കാണാം. ഇവിടെയാണ് ശരിക്കും തേങ്ങയുടച്ച് പോകുന്നത്. ഇവിടെ തേങ്ങയുടച്ച് പിന്നീട് ശരംകുത്തിയിൽ ശരം തറയ്ക്കുക എന്നുള്ളതാണ് സങ്കല്പം. പക്ഷെ നമുക്കിവിടെ കാണാം, ഇവിടെ എല്ലാം തന്നെ ശരം കുത്തിവെച്ചിരിക്കുന്നത് കാണാം. ഇതാണ് ഈ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ശരംകുത്തി വഴി പോയിരുന്ന തീർത്ഥാടകർക്ക് ഇപ്പോൾ മരക്കൂട്ടത്തിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് സ്വാമിയപ്പനോട് വഴി പോകുമ്പോൾ, ശരംകുത്തി സ്പർശിക്കാതെ പോകുമ്പോൾ അവർ സങ്കല്പത്തിൽ, ശരംകുത്തി എന്ന സങ്കല്പത്തിൽ ഇവിടെയെല്ലാം അവർക്ക് പറ്റുന്ന ഇടങ്ങളിലെല്ലാം ശരം കുത്തിവെക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിന് ചില തിരുത്തൽ വരുത്തുവാൻ ഒരുപാട് ശ്രമങ്ങൾ ദേവസ്വം ബോർഡൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കണ്ടിട്ടുമില്ല. അതൊക്കെ ഓരോരുത്തർ കാണിക്കുന്ന അനാചാരങ്ങളാണ്. ശരം കുത്തേണ്ടത് ആ ശരം കുത്തിയാലിൽ തന്നെ ആകണം. പിന്നെ ചില കടക്കാരെ ശരമൊക്കെ കുത്തുന്നവരൊക്കെ പണ്ടൊക്കെ പറയും അപ്പുറത്ത് കുത്തിയാൽ മതി എന്നൊക്കെ പറയും, അവരുടെ സൗകര്യത്തിന്. അത് ശരിയല്ല, ശരം കുത്തി തന്നെയാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് മരക്കൂട്ടത്താണ്. ഇവിടെയാണെന്നാണ് പരമ്പരാഗത പാത വഴി വരുന്നവർ ശരംകുത്തിയിലേക്കും അതുപോലെ സ്വാമി അയ്യപ്പനോട് വഴിയും കടന്നു പോകുന്നത്. എന്നാൽ ഇപ്പോൾ ധാരാളമായ തീർത്ഥാടകർ ഈ സ്വാമി അയ്യപ്പനോട് വഴി ഉപയോഗിക്കുന്നതുകൊണ്ട് ശരംകുത്തിയിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പോകുന്ന വഴിയിലുള്ള മരങ്ങളിലെല്ലാം അവർ ശരം കുത്തിവെക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മരക്കൂട്ടത്തു നിന്നും സന്നിധാനത്തേക്ക് സ്വാമി അയ്യപ്പൻ റോഡ് വഴി നടന്നു പോകുമ്പോൾ വഴിയോരത്ത് കണ്ട ഒരു കാഴ്ചയാണിത്. ഇവിടെ കമ്പികളിൽ ശരം കെട്ടിവെച്ചിരിക്കുന്നു. ശരംകുത്തിയിൽ വിശ്വാസികൾ വളരെ പ്രാർത്ഥനയോടെ വിശ്വാസപൂർവം സമർപ്പിച്ചിരുന്ന ശരമാണ് ഇത്തരത്തിൽ കെട്ടിവെക്കുന്നത്. ഇതെല്ലാം തന്നെ ഭക്തർ അവരുടെ സൗകര്യത്തിന് വേണ്ടി മാറ്റി മാറ്റി ചെയ്യുന്നതാണെന്ന്
പറയാതെ വയ്യ. ദേവസ്വം ബോർഡ് കൃത്യമായി എവിടെയാണ് ശരം കുത്തേണ്ടതെന്ന് വിവിധ ഭാഷകളിൽ വരുന്ന വഴികളിൽ കൃത്യമായ നിർദ്ദേശം നൽകണം. എങ്കിൽ മാത്രമാണ് ഈ ഒരു രീതിക്ക് മാറ്റം വരികയുള്ളൂ. ബിപിൻ മുരളിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. യെസ്, നമ്മൾ ഈ റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സൂചിപ്പിച്ചു, ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർ വ്രതാനുഷ്ഠാനങ്ങളോടെ ആണ് എത്തുന്നത്. അവരുടെ ജീവിത രീതിയിൽ വളരെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുന്നു. ആ മാറ്റം നല്ലത് എന്ന് വിലയിരുത്തപ്പെടുമ്പോൾ തന്നെ അങ്ങനെ തീർത്ഥാടകർ വ്രതാനുഷ്ഠാനങ്ങൾക്കിടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കഴിക്കുന്നത് ഒഴിവാക്കരുത് എന്ന ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. സന്നിധാനത്തെ 24 മണിക്കൂറും വൈദ്യസഹായം ഉറപ്പാക്കിയുള്ള സർക്കാർ ആശുപത്രി തീർത്ഥാടകരുടെ ആശ്വാസ കേന്ദ്രമായി മാറുന്നുണ്ട്. വെന്റിലേറ്റർ സൗകര്യം അടക്കമുള്ള അത്യാഹിത വിഭാഗത്തിന്റെ സേവനവും ഈ ആശുപത്രിയിൽ ലഭ്യമാണ്. ശബരിമല നട തുറന്ന് 3 ആഴ്ച പിന്നിടുമ്പോൾ മല ചവിട്ടാനെത്തിയ 13 തീർത്ഥാടകർക്കാണ് ജീവൻ നഷ്ടമായത്. ഇതിൽ ഭൂരിഭാഗം പേരും ഇതര സംസ്ഥാനത്തുള്ളവർ. ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ മാലയിട്ട് വ്രതമനുഷ്ഠിക്കുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഒഴിവാക്കരുതെന്ന് ഡോക്ടർമാർ പറയുന്നു. ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ, ഷുഗർ, പ്രഷർ ഇതൊക്കെ ഉള്ളവര് ഇവര് മരുന്നുകൾ മുടക്കാതിരിക്കുക. ആദ്യത്തെ കാര്യം, ചിലർ ഈ സീസൺ തുടങ്ങുമ്പോൾ ഇതിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് മരുന്നുകൾ നിർത്തുന്നത് കാണുന്നുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മരുന്നുകളെല്ലാം കൈ വെക്കുക. ആ മരുന്നുകൾ കറക്റ്റ് സമയത്ത് കഴിച്ചു എന്ന് ഉറപ്പുവരുത്തുക. കൂടാണ്ട് മല കയറുന്ന സമയത്ത് സാവകാശം കയറുക. മല ചവിട്ടി സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്ക് വലിയ നടപ്പന്തലിനടുത്തുള്ള സർക്കാർ ആശുപത്രി ഏറെ ആശ്വാസമാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ സർക്കാർ ആശുപത്രിയിൽ വെന്റിലേറ്റർ, ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ലബോറട്ടറി, മിനി ഓപ്പറേഷൻ തിയേറ്റർ, എക്സ്റേ യൂണിറ്റ് എന്നിവയെല്ലാം സജ്ജമാണ്. ICU സൗകര്യമുണ്ട്, കാർഡിയോളജിസ്റ്റിന്റെ സേവനമുണ്ട്, 24 മണിക്കൂറും OP ഉണ്ട്, ഫാർമസി ഉണ്ട്, ലാബുണ്ട്. കൂടാണ്ട് വിദഗ്ധരായ ഡോക്ടർമാർ, കാർഡിയോളജിസ്റ്റ്, പിന്നെ ഫിസീഷ്യൻ, ഓർത്തോ, പീഡിയാട്രീഷ്യൻ, അനസ്തെറ്റിഷ്യൻ, ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളുടെയും ഓരോ പ്രതിനിധിയുണ്ട്. അവശ്യ ചികിത്സ നൽകി താഴത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. അതെ, പേഷ്യന്റിനെ സ്റ്റേബിൾ ആക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഇവിടെയുണ്ട്. ICU സെറ്റപ്പ് ഉണ്ട്, അത്യാവശ്യം ചെറിയ മൈനർ ഓപ്പറേഷൻ ചെയ്യാനുള്ള സെറ്റപ്പ് വരെ ഉണ്ട്. പാമ്പ് വിഷബാധയ്ക്ക് നൽകുന്ന ആന്റിവനവും ഇവിടെ ലഭ്യമാണ്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും സേവനത്തിനുണ്ട്. ഇവിടെ മരുന്നുകളും സൗജന്യമായി വിതരണം ചെയ്യുന്നു. അത്യാഹിത ഘട്ടങ്ങളിൽ സന്നിധാനത്തും രോഗികളെ പമ്പയിലെത്തിക്കാൻ ആംബുലൻസ് സൗകര്യവും ഇവിടെ ലഭ്യമാണ്. ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഗുരുവായൂർ ഏകാദശിയോട് അനുബന്ധിച്ചുള്ള കോടതി വിളക്കിൽ സ്വമേധയാ എടുത്ത കേസ് ഇന്ന് ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. കോടതി വിളക്ക് എന്ന പേര് ഉപയോഗിക്കരുത് എന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചു എന്ന് കാട്ടി കോടതിക്ക് ലഭിച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ കേസ്. 2022 ആണ് കോടതി വിളക്ക് എന്ന പേര് ഉപയോഗിക്കരുത് എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഇനി നമുക്കൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയിലേക്ക് ശേഷം ഇന്നത്തെ മറ്റു വാർത്തകൾ വളരെ വേഗത്തിൽ കൃഷ്ണേന്ദു എത്തും. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടി. യൂണിറ്റിന് 16 പൈസയാണ് കൂട്ടിയത്. അടുത്ത വർഷം മുതൽ 12 പൈസയും കൂട്ടും. ഡിസംബർ 5 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് തീരുമാനം. നിരക്ക് കൂട്ടാതെ മറ്റ് വഴികളില്ല എന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ വെട്ടിനീക്കിയ ഭാഗങ്ങൾ പുറത്തേക്ക്. ഒഴിവാക്കിയ ഭാഗങ്ങൾ വിവരാവകാശ നിയമപ്രകാരം അപ്പീൽ നൽകിയ മാധ്യമപ്രവർത്തകർക്ക് നാളെ കൈമാറും. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉത്തരവിറക്കി.
നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കർദിനാൾ പദവിയിലേക്ക് മറ്റൊരു മലയാളി കൂടി. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണം ഇന്ന്. വത്തിക്കാനിൽ ഒരുക്കങ്ങൾ പൂർണ്ണം. ചടങ്ങ് ഇന്ത്യൻ സമയം രാത്രി 8:30. കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത് മാർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ 21 പേരെ. ശബരിമലയിലെ VIP ദർശന വിഷയം ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നടൻ ദിലീപ് അടക്കമുള്ളവർക്ക് പ്രത്യേക സൌകര്യം ഒരുക്കിയത് കോടതിയിലെത്തും. CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാൻ നിർദ്ദേശം. ഹിമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പുറത്തുവിടാത്ത ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ ഇന്ന് തീരുമാനം. മാധ്യമപ്രവർത്തകരുടെ അപ്പീൽ വിവരങ്ങൾ പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടേക്കും. അപ്പീൽ പരിഗണിച്ചത് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൽ ഹക്കീം. ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനോട് ക്രൂരത കാട്ടിയ സംഭവത്തിൽ പ്രതികളായ ആയമാരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് നീക്കം. തെളിവ് നശിപ്പിക്കാനായി കുഞ്ഞിനെ മുറിവേൽപ്പിച്ച നഖം ആയമാർ മുറിച്ചതായി പോലീസ്. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം ഇന്ന്. സംസ്ഥാന തലത്തിലും ജില്ലാ അടിസ്ഥാനത്തിലും പ്രതിഷേധങ്ങൾ നടക്കും. വൈകുന്നേരം പന്തം കൊളുത്തി പ്രകടനം. ഗുരുവായൂർ ഏകാദശിയിലെ കോടതി വിളക്കിൽ സ്വമേധയാ എടുത്ത കേസ് ഇന്ന് ദേവസ്വം ബെഞ്ച് പരിഗണിക്കും. കോടതി വിളക്ക് എന്ന പേര് ഉപയോഗിക്കുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചെന്ന് പരാതി. 2022 കോടതി വിളക്ക് എന്ന പേര് ഉപയോഗിക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹത്തിൽ റെക്കോർഡ്. ഇന്നലെ മാത്രം ദർശനം നടത്തിയത് 92,562 പേർ. സീസൺ തുടങ്ങി ഭക്തരുടെ എണ്ണത്തിലെ ഏറ്റവും ഉയർന്ന റെക്കോർഡ്. അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കിലെ ഉൾവനത്തിൽ നിന്നുള്ള ആദിവാസി വിഭാഗം വീണ്ടും ശബരിമലയിലേക്ക്. യാത്ര തിരിച്ചത് 143 പേരടങ്ങുന്ന സംഘം. കോട്ടൂർ മുണ്ടനി മാടൻ ക്ഷേത്രത്തിൽ കെട്ടുനിറയ്ക്കൽ നടന്നു. ചടങ്ങിൽ പങ്കെടുത്തത് വിദേശികളടക്കം നിരവധി പേർ. ദേശീയ വാർത്തകൾ. ബംഗ്ലാദേശുമായുള്ള ബന്ധം വഷളായി തുടരുന്നതിനിടെ പുതിയ നീക്കവുമായി ഇന്ത്യ. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര അടുത്ത ദിവസം ബംഗ്ലാദേശിലേക്ക്. ഇടക്കാല സർക്കാരിലെ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. ഫിൻജാൽ ചുഴലിക്കാറ്റിൽ തമിഴ്നാടിന് 944.8 കോടി രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ച് കേന്ദ്രം. തമിഴ്നാട് ആവശ്യപ്പെട്ടത് 2000 കോടി. ധനസഹായം നൽകിയത് മോദി സ്റ്റാലിൻ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ. കർണാടക വിജയപുര താലിക്കോട്ടയിൽ അപകടത്തിൽ 5 മരണം. കരിമ്പ് കൊയ്യുന്ന യന്ത്രത്തിലേക്ക് കാറ് ഇടിച്ചു കയറിയായിരുന്നു അപകടം. മരിച്ചവരിൽ വിജയപുര സ്വദേശികളായ ഒരു കുടുംബത്തിലെ 4 പേരും. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. പുഷ്പ 2 റിലീസിനിടെ ഹൈദരാബാദ് സന്ധ്യ തിയേറ്ററിൽ നടന്ന മരണത്തിൽ അല്ലു അർജുന്റെ സഹായം. മരിച്ച രേവതിയുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ ധനസഹായം നൽകും. കുടുംബത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും താരം. അന്താരാഷ്ട്ര വാർത്തകൾ. പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് ഇന്ത്യ. പാകിസ്ഥാനിലെ ബഹാവൽപൂരിൽ നടന്ന സമ്മേളനത്തിൽ പ്രസംഗിച്ചുവെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ ആവശ്യം. പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പാണ് വീണ്ടും പുറത്തു വരുന്നതെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ. സിറിയയിലെ ആഭ്യന്തര കലാപത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് ദോഹയിൽ യോഗം. തുർക്കി, ഇറാൻ, റഷ്യ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ പങ്കെടുക്കും. സിറിയയിൽ മുന്നേറ്റം തുടർന്ന് വിമത സൈന്യം. ഹമയും പിടിച്ചെടുത്ത വിമതർ ഡമസ്കസിലേക്ക്. സിറിയയിലേക്കുള്ള അതിർത്തി അടച്ചതായി ജോർദൻ ആഭ്യന്തരമന്ത്രി സെൻ അൽ ഹരായ. പൌരന്മാരോട് ആ രാജ്യം വിടാൻ റഷ്യയുടെ മുന്നറിയിപ്പ്. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻ സോക് യാൽ പുറത്തേക്ക്. ഇംപീച്ച്മെന്റ് നടപടികൾ ഇന്ന് നടക്കും. പ്രതിപക്ഷത്തിന്റെ ഇംപീച്ച്മെന്റ് പ്രമേയത്തെ അനുകൂലിച്ച് ഭരണകക്ഷി നേതാക്കളും രംഗത്ത്. യൂൻ അധികാരത്തിൽ തുടർന്നാൽ വീണ്ടും പട്ടാള ഭരണം പ്രഖ്യാപിച്ചേക്കുമെന്നും അതിന് അവസരമുണ്ടാക്കാതെ പുറത്താക്കണമെന്നും പാർട്ടി നേതാവ് ഹാൻ ഡോങ് ഹുൻ. ആഫ്രിക്കയിലെ തെക്കു പടിഞ്ഞാറൻ കോങ്കോയിൽ ബ്ലീഡിംഗ് ഐ വൈറസ് എന്ന അജ്ഞാത രോഗം പടരുന്നു. ഇതുവരെ മരിച്ചത് 150ഓളം പേർ.
ഇൻഫ്ലുവൻസയുടേതിന് സമാനമായ രോഗലക്ഷണമെന്ന് ആരോഗ്യ വിദഗ്ധർ. പ്രാദേശികം. നേര്യമംഗലം ഫാം ഫെസ്റ്റിന് തുടക്കം. ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്തിന്റെയും കാർഷിക വികസന വകുപ്പിന്റെയും സഹകരണത്തോടെ. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ആന്റണി ജോൺ MLA അധ്യക്ഷനായിരുന്നു. KCYM സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കേരള യൂത്ത് കോൺഫറൻസ് സംഘടിപ്പിക്കും. ജനുവരിയിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ബിഷപ്പുമാരായ ഡോക്ടർ ക്രിസ്തുദാസ്, മാത്യൂസ് മാർ പോളികാർപ്പോസ്, മാർ ജോസഫ് പണ്ടാർശേരൽ തുടങ്ങിയവർ പ്രകാശനം നിർവഹിച്ചു. കായിക വാർത്തകൾ. അഡ്ലേഡ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ലീഡ് നേടാൻ ഓസ്ട്രേലിയ. രാവിലെ കളി പുനരാരംഭിക്കാനിരിക്കെ ഓസീസ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 86 റൺസ് എന്ന നിലയിൽ. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ പുറത്തായത് 180 റൺസിന്. അണ്ടർ-19 ഏഷ്യ കപ്പിൽ ഇന്ത്യ ഫൈനലിൽ. ഇന്ത്യൻ ജയം ശ്രീലങ്കയെ 7 വിക്കറ്റിന് തകർത്ത്. ആദ്യം ബാറ്റ് ചെയ്ത് ശ്രീലങ്ക ഉയർത്തിയത് 174 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യ 21.4 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം നേടി. 36 പന്തിൽ 67 റൺസ് എടുത്ത് 13-കാരൻ വൈഭവ് സൂര്യവംശി. സിനിമാ വാർത്തകൾ. കിരൺ നാരായണന്റെ പുതിയ ചിത്രം റിവോൾവർ റിംഗോയുടെ ടൈറ്റിൽ ലോഞ്ച് നടന്നു. നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ഒഫീഷ്യൽ പേജിലൂടെയായിരുന്നു ലോഞ്ചിംഗ്. വിഷ്ണുവിനൊപ്പം ലാലു അലക്സ്, സാജു നവോദയ, അഞ്ജലി നായർ, ശ്രീപത് യാൻ തുടങ്ങിയവരും ചിത്രത്തിൽ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. വീണ്ടും നമ്മൾ രാവിലെയിലെ മറ്റു വിശേഷങ്ങൾ ആണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ഇനി നമ്മൾ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവേശകരമാകുന്ന ഒന്നാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് മത്സരം. അഡലൈഡ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയുടെ കുതിപ്പ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ത്യയെ ആദ്യ ഇന്നിംഗ്സിൽ 180 റൺസിന് പുറത്താക്കിയ ശേഷം ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 86 റൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഓസ്ട്രേലിയ ഉള്ളത്. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ലക്ഷ്യം ഇട്ടാണ് ഓസ്ട്രേലിയ ഇന്ന് ഇറങ്ങുന്നത്. MS ഹരികൃഷ്ണൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഹരികൃഷ്ണൻ, പെർത്തിലെ തിരിച്ചടിക്ക് മറുപടി എന്ന നിലയിലുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നല്ലോ നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത്. ഇന്നിപ്പോൾ മത്സരം പുനരാരംഭിക്കുമ്പോൾ പിച്ചിന്റെ സ്വഭാവത്തിൽ കാര്യമായൊരു മാറ്റം ഉണ്ടാകുമോ? ഏതാണ്ടൊരു പതറിയ ഇന്ത്യ, അതിൽ നിന്നൊരു മാറ്റം ഇന്ന് പ്രതീക്ഷിക്കാമോ ഹരി? തീർച്ചയായും അഭിലാഷ്, പെർത്തിലെ ടെസ്റ്റിലെ മത്സരം നമ്മൾ കണ്ടതാണ്. ഓസ്ട്രേലിയൻ മണ്ണിൽ ഓസ്ട്രേലിയ നാണം കെടുന്ന ഒരു കാഴ്ച. എന്നാൽ ഓസ്ട്രേലിയൻ കോച്ചും ക്യാപ്റ്റനും ഓസ്ട്രേലിയൻ ഹെഡ് കോച്ചായ ആൻഡ്രൂ മക്ഡൊണാൾഡ് പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടാം ടെസ്റ്റിലേക്ക് അഡ്ലേഡിൽ ഞങ്ങൾ പോകുമ്പോൾ പോലും ടീമിൽ മാറ്റം ഉണ്ടാകില്ല എന്നുള്ളത്. അത്രമാത്രം ടീമിൽ ആത്മവിശ്വാസം കോച്ച് കൽപ്പിക്കുകയാണ്. അത് തന്നെയാണ് അഡ്ലേഡിലെ ആദ്യ ദിവസം ഓസ്ട്രേലിയൻ താരങ്ങളിൽ നിന്നും നമ്മൾ കാണുകയും ചെയ്തത്. 180 റൺസിൽ എന്ന ശരാശരിയിലും താഴെയായ ടോട്ടലിലേക്ക് ഇന്ത്യ ഒതുക്കപ്പെടുകയായിരുന്നു ഓസ്ട്രേലിയൻ ബോളർമാർ. അതിൽ മിച്ചൽ സ്റ്റാർക്ക് ജയ്സ്വാളിന്റെ ആദ്യ പന്തിൽ തന്നെ പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ 6 വിക്കറ്റ് മിച്ചൽ സ്റ്റാർക്ക് സ്വന്തമാക്കുകയും ചെയ്തു. തുടർന്ന് ഒന്നാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിൽ ഇറങ്ങിയ ഓസ്ട്രേലിയ ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 86 റൺസ് എന്ന ലീഡിലാണ്. വളരെ വലിയൊരു കംഫർട്ടബിൾ പൊസിഷനിലാണ് ഓസ്ട്രേലിയ നിൽക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇന്ത്യക്ക് തിരിച്ചു വരണമെങ്കിൽ ഈ രണ്ടാം ദിനം അതീവ നിർണായകമാണ്. അതിൽ എങ്ങനെയാണോ ആദ്യ സെഷൻ തുടങ്ങുക അങ്ങനെ സംബന്ധിച്ചിരിക്കും പ്രധാനമായും ടെസ്റ്റിലെ ഗതി തന്നെ മാറാനൊരു സാഹചര്യമുള്ളത്. 95 റൺസിനാണ് ഓസ്ട്രേലിയ ട്രയൽ ചെയ്യുന്നത്. ലീഡ് സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം. ഓസ്ട്രേലിയയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഒരു കൂറ്റൻ ലീഡ്, പ്രത്യേകിച്ച് 250-300 റൺസിന്റെ ലീഡെങ്കിലും ഇന്നത്തെ ദിവസത്തിൽ സ്വന്തമാക്കിയാൽ ഓസ്ട്രേലിയക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട സാഹചര്യം പോലും വരുന്നില്ല. അതേസമയം ഇന്ത്യയെ വലയിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട താരങ്ങളുടെ ഒരു ഫോം ഇല്ലായ്മ തന്നെയാണ്. രോഹിത് ശർമ്മ ആദ്യ ടെസ്റ്റിൽ മത്സരിച്ചില്ല. രണ്ടാം ടെസ്റ്റിൽ തിരിച്ചു വന്നതിന് ശേഷം വെറും 3 റൺസിന് രോഹിത് ശർമ്മ പുറത്താകുന്നു. വിരാട് കോഹ്ലി 8 റൺസിന് പുറത്താകുന്നു. അങ്ങനെ ബാറ്റിംഗ് നിരയിൽ ഇന്ത്യക്ക് കൂട്ടു നിൽക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകമായ കാര്യമായി മാറുന്നത്. നിതീഷ് കുമാർ റെഡ്ഡിയും ഋഷഭ് പന്തുമാണ് കുറച്ചെങ്കിലും ഒരു ഭേദപ്പെട്ട നിലയിലേക്ക് ഇന്ത്യ എത്തിക്കാൻ സഹായിച്ചത്. പക്ഷേ അല്ലാത്ത പക്ഷം ഇന്ത്യൻ താരങ്ങൾ ഒട്ടാകെ തന്നെ ആദ്യ ടെസ്റ്റിൽ എങ്ങനെയാണോ സംഭവിച്ചത്, ആദ്യ ടെസ്റ്റിൽ നിർണായകമായ ഇന്നിംഗ്സ് കോഹ്ലി നടത്തിയെങ്കിൽ പോലും, കോഹ്ലിയും ജയ്സ്വാളും ചേർന്ന് അവിടെ ഹരി, ഈ താരങ്ങൾക്കൊരു സമ്മർദ്ദമുണ്ടോ? പ്രത്യേകിച്ച് പെർത്തിൽ കണ്ടതല്ല, ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ ഈ സിറാജിന്റെ ഒരു പെരുമാറ്റം, ലിബുഷൈനെ
പന്തുകൊണ്ട് എറിഞ്ഞ ഒന്ന് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് അത് പതിച്ചില്ല എങ്കിൽ പോലും ക്രിക്കറ്റിലൊക്കെ മോശമായ ഒന്നാണ്. ഇന്ത്യൻ താരങ്ങൾ അധികമൊന്നും ഇത്തരത്തിൽ പ്രകോപിതരാകാറില്ല. മാത്രവുമല്ല ബാറ്ററുടെ ഭാഗത്തൊന്നുണ്ടായ പാളിച്ചയല്ല എന്നത് ദൃശ്യങ്ങളിൽ പ്രകടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ നഷ്ടമാകുന്ന തരത്തിൽ ഗാലറിയിൽ നിന്നുള്ള ദൃശ്യമുണ്ടായിരുന്നു. ഫ്രസ്ട്രേറ്റഡ് ആണ് ഇന്ത്യൻ താരങ്ങളെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം കളിയുടെ ഗതി അങ്ങനെയാണ്. ലാബുഷാനെയും മക്സ്വിനിയും കൂടി ഒരു മികച്ച പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതെങ്ങനെയെങ്കിലും ബ്രേക്ക് ത്രൂ ചെയ്യുക എന്നുള്ള ഇന്ത്യൻ ബൗളർമാർ, പ്രത്യേകിച്ച് സിറാജിന്റെയും ബുംറയുടെയും കഷ്ടപ്പാട് തന്നെയാണ് നമ്മൾ അഡ്ലൈഡിൽ കണ്ടത്. അപ്പോൾ അതിന്റെ ഒരു ഫലമായി സിറാജിന്റെ ഒരു പ്രകൃതിയായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കുള്ളൂ. മാത്രമല്ല ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആവേശകരമായ ഒരു മത്സരം തന്നെയാണ് നടക്കാറുള്ളത്. ആ സീരീസ് പ്രത്യേകിച്ച് അത്രമേൽ ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്നതാണ് ലോകമെമ്പാടും. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള എരിയും പുളിയും ഒക്കെ എപ്പോഴും നടക്കാറുള്ളൂ. പക്ഷേ സിറാജിന്റെ ഇന്നലത്തെ പെരുമാറ്റം എല്ലാം കൊണ്ടും ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു നിരാശകരമായ കാര്യം തന്നെയായിരുന്നു. എന്തായാലും അത് വലിയ വിമർശനവും വിളിച്ചു വരുത്തുന്നുണ്ട്. പൊതുവെ മാന്യന്മാരുടെ കളി എന്നാണ് ക്രിക്കറ്റിനെ വിശേഷിപ്പിക്കാറുള്ളത്. അതിലേറ്റവും മാന്യത പുലർത്തുന്ന രാജ്യം ഇന്ത്യയാണ് എന്ന് നമുക്കറിയാം. അവിടെ കളിക്കളത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്തായാലും നമുക്ക് കായിക രംഗത്ത് നിന്നുള്ള മറ്റൊരു വാർത്ത പരിശോധിക്കുമ്പോൾ അത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ മത്സരത്തെ നോക്കിക്കാണുന്നത്. പ്രജ്ഞാനന്ദയ്ക്ക് ശേഷം ഗുകേഷ് എന്ന പേര് ചെസ് ലോകത്ത് മാത്രമല്ല ഇന്ത്യൻ കായിക പ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അവിടെ ഡിങ് ലിറനും ആയിട്ടുള്ള 10ാം മത്സരം, 10ാമത്തെ ഗെയിം ആണ് ഇന്ന് നടക്കുന്നത്. രണ്ടു പേർക്കും ഇനിയുള്ള മത്സരങ്ങൾ ഏറെ നിർണായകമാണ്. കാരണം ഇരുവരും 4.5 പോയിന്റ് എന്ന നിലയിൽ ആണ് തുടരുന്നത്. ഹരി ചേരുന്നുണ്ട്. ഹരി, 14 റൗണ്ടുകൾ, 14 ഗെയിമുകൾ, 7.5 പോയിന്റ് ലഭിക്കുന്ന ആൾ ആദ്യം 7.5 പോയിന്റ് ലഭിക്കുന്ന ആൾ കിരീടം ചൂടും. അതാണല്ലോ ഈ ചെസ് കളിയുടെ നിയമങ്ങൾ എന്നത്. അതുകൊണ്ട് ഇനിയുള്ള റൗണ്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മത്സരം ജയിച്ചാൽ മേൽക്കൈ നേടാനാകും. എത്രത്തോളം ആത്മവിശ്വാസത്തോടെ ആയിരിക്കും ഇന്ന് ഗുകേഷ് കരുക്കൾ നീക്കുക? കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. നമ്മൾ ആദ്യത്തെ മത്സരത്തിൽ ഡിങ് ലിറൻ അനായാസമായി ജയിക്കുന്നു. 2ാം മത്സരത്തിൽ സമനില ഗുകേഷ് പിടിച്ചു പറ്റുന്നു. 3ാം മത്സരത്തിൽ ഗുകേഷ് ജയിക്കുന്നു. പിന്നീട് തുടർച്ചയുള്ള 6 മത്സരങ്ങളിലും സമനിലയാണ് സംഭവിക്കുന്നത്. മത്സരം കാണുമ്പോഴും അതിനുശേഷമുള്ള ഗുകേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്റർടൈനിങ് ആകുന്നു ചെസ് മത്സരം എന്നുള്ളതാണ്. 54 മത്സരങ്ങളാണ്, അതായത് 54 മൂവാണ് കഴിഞ്ഞ, അതായത് 9ാം ഗെയിമിൽ ഇരുവരും മത്സരിച്ചത്. അതിനുശേഷമാണ് ഡ്രോയിലേക്ക്, സമനിലയിലേക്ക് പോകാമെന്ന് ഇരുവരും തീരുമാനിക്കുകയും ചെയ്തത്. രണ്ടുപേരുടെയും പക്കൽ രാജാക്കന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ കരുക്കളും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു സമനിലയിലേക്ക് എത്താമെന്ന് ഇരുവരും തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ എടുത്തു സൂചിപ്പിക്കേണ്ടത് മാഗ്നസ് കാൾസന്റെ വാക്കുകളാണ്. മാഗ്നസ് കാൾസൺ ഈ ലോക ചാമ്പ്യൻഷിപ്പ് തുടങ്ങുമ്പോൾ തന്നെ പ്രഖ്യാപിച്ചിരുന്നത് ഗുകേഷിനാണ് സാധ്യത എന്നുള്ളതാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യം കണക്കാക്കുമ്പോൾ രണ്ടുപേർക്കും തുല്യമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. 4.5 പോയിന്റോടെ രണ്ടുപേരും വാശിയേറിയ പോരാട്ടം തന്നെയാണ്. സമനിലയിൽ 6 പോയിന്റുകളും 6 മത്സരങ്ങൾ, കഴിഞ്ഞ 6 മത്സരങ്ങളും സമനില മാത്രമായിരുന്നു. അപ്പോൾ ഒരു ജയം രണ്ടുപേർക്കും അനിവാര്യമാണ്. അത് സംബന്ധിച്ച് ഗുകേഷിനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഗുകേഷിന് കുറച്ചുകൂടി അനിവാര്യമാണ്. കാരണം ഒരു വിജയത്തിൽ നിന്നാണ് പിന്നീട് സമനിലയിലേക്ക് മാറ്റി ഡിങ് ലിറൻ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ഡിങ് ലിറയ്ക്ക് തന്നെയാണ് മൊമെന്റം നിൽക്കുന്നത്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ള മത്സരം ഗുകേഷിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ആദ്യമായി 7.5 പോയിന്റിൽ എത്തുന്ന ആൾ വിജയിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ സമനില തുടരുകയാണെങ്കിൽ അത് കൂടുതൽ ആവേശകരമാവും എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ വിജയി ആരായിരിക്കും എന്നത് സംബന്ധിച്ച് ഇനിയും എത്ര മത്സരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം. പ്രത്യേകിച്ച് ഇനി 5 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിൽ ഇനി എത്രയായിരിക്കാം ഒരു ഡിസൈഡർ ഗെയിമായിട്ട് മാറുക എന്നുള്ളത് സംബന്ധിച്ചും ലോകം ഉറ്റുനോക്കുന്ന ഒരു മത്സരമായി ഇന്നത്തെ കാണേണ്ടി വരും. മത്സരം ഉച്ചയ്ക്ക് 2:30 വളരെ ഏകാഗ്രതയോടുകൂടി കരുക്കൾ നീക്കേണ്ട ചെസ് മത്സരമാണ്. അവിടെ 2 അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം ആണ്. ഈ 2 രാജ്യങ്ങളുടെയും പ്രത്യേകത, അവിടെ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ യോഗ പോലെ തന്നെ ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഏകാഗ്രതയ്ക്ക് വേണ്ട ആയോധന മുറകളൊക്കെ ഉണ്ട്. ഈ യോഗ കൂടുതലൊക്കെ അഭ്യസിച്ചുകൊണ്ട് ഗുകേഷ് കഴിഞ്ഞ ദിവസം വിശ്രമം എടുക്കുന്നതുമൊക്കെ വാർത്തകളിൽ നിറഞ്ഞതാണ്. എന്തായാലും ഗുകേഷ് വിജയിച്ചു വരട്ടെ എന്ന് തന്നെയാണ്, ജയിച്ചു കയറി വാ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഗെയിമും നിർണായകമാണ്. ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ച കേസിലെ പ്രതികളായ ആയമാരെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുന്ന 3 ആയമാരെയാണ് മ്യൂസിയം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക. വിശദമായ ചോദ്യം ചെയ്യലിനാണ് പോലീസ് നീക്കം. അതേസമയം തെളിവ് നശിപ്പിക്കാനായി കുഞ്ഞിനെ മുറിവേൽപ്പിച്ച നഖം ആയമാർ മുറിച്ചതായാണ് മ്യൂസിയം പോലീസിന്റെ കണ്ടെത്തൽ. കോഴിക്കോട് വടകര ചോറാട് ദേശീയപാതയിൽ 9കാരിയെയും മുത്തശ്ശിയെയും ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ കാർ 10 മാസത്തിന് ശേഷം പോലീസ് കണ്ടെത്തിയപ്പോഴും തീരാ ദുരിതത്തിൽ ആണ് ഇന്നും ഈ കുടുംബം. കോമയിൽ കഴിയുന്ന മകളുടെ ചികിത്സാ ചെലവ് താങ്ങാനാകാതെ കഷ്ടപ്പെടുകയാണ് കുടുംബം.
ഫെബ്രുവരി 17 രാത്രിയിലാണ് ദേശീയപാതയിൽ അമിതവേഗത്തിലെത്തിയ കാർ 9കാരി ദൃശാനയുടെയും മുത്തശ്ശി ബേബിയുടെയും ദേഹത്തേക്ക് പാഞ്ഞു കയറിയത്. ഇടിച്ച ശേഷം കാർ നിർത്താതെ പോയി. മുത്തശ്ശി തൊട്ടടുത്ത ദിവസം മരിച്ചു. ദൃശാന കോമ അവസ്ഥയിലായി. ഇടിച്ചിട്ട വാഹനം കണ്ടെത്താനുള്ള കുടുംബത്തിന്റെ ശ്രമങ്ങൾ അനിശ്ചിതമായി നീണ്ടു. അപകടം വരുത്തിയ ആളെ കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെങ്കിലും മകളുമായി മുന്നോട്ടുള്ള ജീവിതം ചോദ്യചിഹ്നമാണ്. സമയമെടുത്ത് മാറുമെന്നാ പറയുന്നത്. അത് മാസങ്ങളാവും, വർഷങ്ങളാവും. എത്രയാന്ന് അവർക്കും പറയാൻ പറ്റൂല. ഓളെ എന്നുവെച്ചാല് ഷോക്ക്, അയ്യെ പേടിച്ചായ ഷോക്ക് മാറി കിട്ടിയാൽ തന്നെ ഓൾ ഇതാകുന്നു, ബെറ്റർ ആവുന്ന പറഞ്ഞത്. എന്നാലും സമയം എടുത്തിട്ട് ശരിയാവുന്ന എല്ലാ ഡോക്ടർമാരും പറഞ്ഞത്. കുട്ടികളെ ഡോക്ടർ ആയാലും ന്യൂറോന്റെ ഡോക്ടർ ആയാലും ഇവിടുത്തെ തെറാപ്പിയിലെ ഡോക്ടർ ആയാലും എല്ലാം അങ്ങനത്തെ നമ്മളെ പരിചരണങ്ങളും നമ്മളിതും കൊണ്ട് ഓൾ അങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ആയി വരുന്ന പറഞ്ഞത്. അപകടമുണ്ടാക്കിയ പുറമേരി സ്വദേശി ഷജീൽ നിലവിൽ UAE-യിലാണ്. 19,000-ഓളം വാഹനങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് വാഹനം കണ്ടെത്താനായത്. കാർ മതിലിലിടിച്ചെന്ന് കാട്ടി ഇയാൾ ഇൻഷുറൻസിന് ശ്രമിച്ചു. ഇത് കേസിൽ നിർണായകമായി. അപകടം നടന്ന് 10 മാസങ്ങൾക്കിപ്പുറവും ദൃശാന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ചികിത്സയിൽ പുരോഗതിയുണ്ടെങ്കിലും കുട്ടി സാധാരണഗതിയിലേക്ക് എത്തണമെങ്കിൽ വർഷങ്ങളോളം ചികിത്സ വേണ്ടിവരും. തിങ്കളാഴ്ച ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. തുടർ ചികിത്സയും ജീവിത ചെലവുകളും അടക്കം വൻ സാമ്പത്തിക ബാധ്യതകളാണ് കുടുംബത്തെ കാത്തിരിക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. ദൃശാനയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. ആ കുട്ടി ഇപ്പോഴും കോമ അവസ്ഥയിലാണ്. ഞങ്ങളുടെ റിപ്പോർട്ടിൽ തന്നെ ആ കുടുംബത്തെ സഹായിക്കേണ്ട അക്കൗണ്ടും മറ്റുമൊക്കെ നൽകിയിരുന്നു. ന്യൂസ് 18-ന്റെ യൂട്യൂബ് ചാനലിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ നമ്പറൊക്കെ നോട്ട് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ റിപ്പീറ്റ് അടിച്ച് നമുക്കത് നോക്കാവുന്നതാണ്. സ്റ്റോറി അല്പസമയത്തിനകം ഈ വാർത്ത യൂട്യൂബിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. ദയവായി എല്ലാവരോടും ഈ പ്രഭാതത്തിൽ പറയാനുള്ളത്, നമുക്ക് കഴിയുന്നത് അത് ₹1 എങ്കിൽ ₹1, അങ്ങനെ പലരായി ചേരുമ്പോൾ ആ കുഞ്ഞിന്, ആ കുടുംബത്തിന് വലിയ ആശ്വാസമാകും. രാസലഹരി ഉപയോഗിച്ച് വിദഗ്ധമായി രക്ഷപ്പെടുന്നവരെ കുടുക്കാൻ നൂതന വിദ്യയുമായി തിരുവനന്തപുരം സിറ്റി പോലീസ്. ലഹരി വസ്തുക്കളിലെ രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക സംവിധാനമാണ് സിറ്റി പോലീസിന് ലഭ്യമായിരിക്കുന്നത്. കൂടുതൽ കൃത്യതയോടെ മിനിറ്റുകൾക്കുള്ളിൽ പരിശോധനാ ഫലം അറിയാം എന്നതാണ് ഇതിന്റെ സവിശേഷത. അതല്ല, അല്ലാതെ ലഹരി എന്ത് കുഴിമന്തി കഴിച്ചാലും മാരക ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഓറൽ ഫ്ലൂയിഡ് ടെസ്റ്റ് സിസ്റ്റമാണ് സിറ്റി പോലീസിന് സ്വന്തമായിരിക്കുന്നത്. MDMA, കൊക്കൈൻ, ഒപ്പിയം, അംഫിറ്റാമിൻ, മിഥേൻ ആംഫിറ്റാമിൻ തുടങ്ങിയ രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യം അടങ്ങിയ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ കണ്ടെത്തുകയാണ് ഉദ്ദേശം. ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സഹായിക്കുന്ന ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് ഉപയോഗിച്ച് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന വ്യക്തികളുടെ വായിലെ സ്രവം പരിശോധിക്കും. പിന്നെ സംഭവിക്കുന്നതാകട്ടെ ഇങ്ങനെ. പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സ്രവത്തിൽ ഏതെങ്കിലും രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കണ്ടെത്താൻ സഹായിക്കുന്ന സംവിധാനമാണ് ഡ്രഗ് ഡിറ്റക്ഷൻ അനലൈസറിൽ ഉള്ളത്. ഇതിന്റെ നമ്മൾ ഈ പുതിയതായിട്ട് ഇപ്പോൾ കേരളത്തിൽ ഇൻക്രീസ് ചെയ്തിരിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിറ്റക്ഷൻ റേറ്റ് വളരെ ഫാസ്റ്റാണ്. ഒരു 5 minutes to 5 minutes 4 seconds കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുന്നത് വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തുള്ള ക്വിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലീഗലായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇത് ആക്യുറസി കൂടുതലാണ്. ആക്യുറസി വളരെ ആക്യുറേറ്റ് ആണ്. ഞാൻ ഇന്ന് വരെ ടെസ്റ്റ് ചെയ്തതിൽ എല്ലാം വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്. ഈവൻ ആ പോസിറ്റീവായ ആൾക്കാരോട് പോലും നമ്മൾ തിരിച്ച് വെരിഫൈ ചെയ്ത് ചോദിക്കുന്ന സമയത്ത് അവരുടെ പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് കറക്റ്റായിട്ടുള്ള കാര്യമെന്നാണ് അവർ പറയുന്നത്. റെസ്പോൺസ് 15 ലക്ഷം രൂപയാണ് ഈ സാങ്കേതിക സംവിധാനത്തിന്റെ വില. സ്രവ പരിശോധനയ്ക്കുള്ള ഒരു കിറ്റിന് ചെലവാകുന്നതാകട്ടെ 1800 രൂപയും. നിലവിൽ സർക്കാർ ചെലവിലാണ് പരിശോധനയ്ക്കുള്ള കിറ്റുകൾ എത്തിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സഞ്ചാരികളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് തമിഴ്നാട് സർക്കാർ നീലഗിരി ജില്ലാ പ്രവേശനത്തിന് ഏർപ്പെടുത്തിയ ഇ-പാസ് കാരണം ടൂറിസ്റ്റുകൾ ഊട്ടി യാത്ര ഒഴിവാക്കുന്നതായി വ്യാപാരികൾ. മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഊട്ടിയിലേക്കുള്ള സഞ്ചാരികൾക്ക് തമിഴ്നാട് സർക്കാർ ഇ-പാസ് നിർബന്ധമാക്കിയത്. മെയ് 7 മുതലാണ് ഊട്ടിയിലേക്കുള്ള സഞ്ചാരികൾക്ക് ഇ-പാസ് നിർബന്ധമാക്കിയത്.
ജൂൺ 30 വരെയും പിന്നീട് സെപ്റ്റംബർ 30 വരെയും നീട്ടി. ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഡിസംബർ 30 വരെ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. നീലഗിരി ജില്ലയുടെ പ്രവേശന കവാടങ്ങളിലെല്ലാം ഇ പാസ് പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇ പാസ് ഇല്ലാതെ വരുന്ന യാത്രക്കാർക്ക് നീലഗിരി അതിർത്തി പ്രദേശങ്ങളിലെ ചെക്ക് പോസ്റ്റുകളിൽ ജീവനക്കാർ ഓൺലൈൻ വഴി പാസ് എടുത്തു നൽകുന്നുണ്ടെങ്കിലും അവധി ദിവസങ്ങളിൽ അതിർത്തിയിൽ വാഹനത്തിരക്കേറെയാണ്. വഴിയിൽ കെട്ടിക്കിടക്കേണ്ടി വരുന്നതിനാൽ ഊട്ടിയിലേക്കുള്ള പല ടൂറിസ്റ്റുകളും മൈസൂർ, മുതുമല, ബന്ദിപ്പൂർ എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര മേഖലകളിലേക്ക് റൂട്ട് മാറ്റുകയാണ്. ഇത് ഊട്ടി കേന്ദ്രീകരിച്ചുള്ള വ്യാപാര മേഖലയെ കാര്യമായി ബാധിച്ചതായി ഊട്ടിയിൽ 60 വർഷത്തോളമായി ഹോട്ടൽ ബിസിനസ് ചെയ്തുവരുന്ന മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് നിത്യസത്യൻ പറയുന്നു. ഊട്ടി ഏറ്റവും പ്രധാനമായി ടൂറിസ്റ്റുകളെ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടൽ മേഖല, കോട്ടേജ് മേഖല, ലോഡ്ജിംഗ് മേഖല, ഫുഡ് ഇൻഡസ്ട്രി, ബേക്കറി, അതുപോലെ ടാക്സിക്കാർ, ഓട്ടോക്കാർ, ഗൈഡ്, ഇങ്ങനെ നിരവധി മേഖലകൾ, ടൂറിസവുമായി ബന്ധപ്പെട്ട നിരവധി മേഖലകളിലെ ആളുകൾക്കാണ് ഇ പാസിൻ്റെ ഒരു നിബന്ധന കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇ പാസ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗവൺമെൻറ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വരുന്ന സഞ്ചാരികളുടെ വാഹനങ്ങളുടെ അമിത വരവ് കൊണ്ട് റോഡ് ബ്ലോക്കാവുന്ന ഒന്നാണ്. ഞങ്ങൾ പറയുന്നത്, ഊട്ടിക്കാർ പറയുന്നത്, ഊട്ടിയിൽ ജീവിക്കുന്ന ഞങ്ങൾ നിരവധി അസോസിയേഷനിൻ്റെ ആളുകളുണ്ട്. ഞങ്ങൾ പറയുന്നത് ഇവിടെ ആവശ്യം ഇൻഫ്രാസ്ട്രക്ചറാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, റോഡ് സൗകര്യം ഡെവലപ്പ് ചെയ്യണം. അല്ലാതെ നമ്മൾ വരുന്നവരെ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മളുടെ എക്കണോമിയാണ് ഇവിടെ തകരാറിലാകുന്നത്. ഇവിടെ ജീവിക്കുന്ന ഓരോ ആളുകൾക്കും ഉണ്ടാകേണ്ടുന്ന ദൈനംദിന ജീവിതത്തിന് തന്നെ പ്രശ്നങ്ങളാണ്. പ്രതിസന്ധി രൂക്ഷമായതോടെ വ്യാപാര സംഘടനകളും മറ്റു മേഖലകളിലുള്ളവരും സംയുക്തമായി മുഖ്യമന്ത്രിയെ കണ്ട് ഇ പാസ് സംവിധാനം ഒഴിവാക്കി കിട്ടാനുള്ള ശ്രമത്തിലാണ്. വിഷയത്തിൽ കോടതി ഇടപെട്ടതിനാൽ സർക്കാരിന് എത്ര കണ്ട് ഇടപെടൽ നടത്താനാകുമെന്ന് നിശ്ചയമില്ല. വാഹനങ്ങളുടെ ആധിക്യമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയാണ് വേണ്ടതെന്നാണ് വ്യാപാരികളുടെ പക്ഷം. രാജ്യത്തെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രമായ ഊട്ടിയിലേക്ക് സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്താതെ റോഡുകളും പാർക്കിംഗ് സൗകര്യങ്ങളും ഉൾപ്പെടെ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തി ഗതാഗത തടസ്സം ഒഴിവാക്കാനാകുമെന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള നിവേദനത്തിൽ വ്യാപാരി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. യെസ്, എന്തായാലും റിപ്പോർട്ട് സൂചിപ്പിക്കുന്ന പോലെ ഈ സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞാൽ അത് തീർച്ചയായും വ്യാപാരികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷമൊക്കെ കൂടുതൽ ടൂറിസം മേഖല സജീവമാകുന്ന ഒരു സാഹചര്യം കൂടി ആണ് ഉള്ളത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ക്രിസ്മസ് സമയമാണ്, ഡിസംബറാണ്, മണ്ഡലകാലമാണ്. ഇനിയിപ്പോൾ ഈ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്ന സമയമാണ്. ക്രിസ്മസ് അവധി സമയത്തൊക്കെ എല്ലാവരും എത്തുന്ന, കൂടുതലായി സ്ഥലങ്ങൾ കാണാനൊക്കെ എത്തുന്ന ഒരു സമയം കൂടി ആണ്. അതുകൊണ്ട് സഞ്ചാരികളായി പോകുന്നവരും യാത്ര ചെയ്യുന്നവരുമെല്ലാം ശ്രദ്ധിക്കുകയും വേണം. ഇനി നമുക്ക് സുദർശന്റെയും ദിവ്യയുടെയും 2ാം വിവാഹ വാർഷികമാണ്. അവർക്ക് ആശംസകൾ നേരം. ഇത്തരത്തിൽ സുദർശനും ദിവ്യയും പോലെ ഓരോരുത്തരും അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ, ദിവസങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവെക്കേണ്ടതിന്റെ വിശദാംശങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് രാവിലെ പൂർണ്ണമാകുന്നു. നമസ്കാരം.